നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. ഈ പകലേറെ ഭീതി പരത്തിയ ഒരു വാർത്തയാണ് സ്പോട്ട് ലൈവ് ആദ്യം പരിശോധിക്കുന്നത്. തൃപ്പൂണിത്തുറയിൽ പടക്കശാലയിൽ ഉണ്ടായ സ്ഫോടനത്തിൽ ഒരാൾ മരിച്ചു, 16 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റ ഒരാളുടെ നില ഗുരുതരമാണ്. തിരുവനന്തപുരം സ്വദേശി വിഷ്ണുവാണ് മരിച്ചത്. സമീപത്തെ പുതിയകാവ് ക്ഷേത്രത്തിലെ ഉത്സവത്തിനായി കൊണ്ടുവന്ന പടക്കങ്ങൾ ഇറക്കുന്നതിനിടെ പൊട്ടിത്തെറിക്കുകയായിരുന്നു. പടക്കശാലയ്ക്ക് ലൈസൻസ് ഇല്ല എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ശബ്ദം കേട്ട് ഓടി വന്നതാണ്. അപ്പൊ എന്തായിരുന്നു നിങ്ങൾ ഇവിടെ കണ്ടത്? പുകയൊക്കെ ആയിരുന്നു. അല്ലാണ്ട് പിന്നെ നമ്മൾ ആ സമയത്ത് എല്ലാവരും രക്ഷപ്രവർത്തനം നടത്തണമല്ലോ, അല്ലാണ്ട് നമ്മൾ അങ്ങനെ നോക്കി കാണാൻ പറ്റില്ലല്ലോ. അല്ലാണ്ട് ഞങ്ങൾക്ക് വേറെ അതിനെ കുറിച്ച് അറിയില്ല. എത്ര പേരെയാ നിങ്ങൾ ഇവിടുന്ന് ആശുപത്രിയിൽ? അത് എണ്ണ അറിയില്ല, ഓരോരുത്തരല്ലേ കയറ്റി കൊണ്ടുപോകണത്. അപ്പൊ എത്ര പേരുണ്ടെന്നൊന്നും കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റില്ല. പടക്കശാല കുറെ നാളുകളായിട്ട് ഇല്ല, അത് ഈ സീസണിൽ മാത്രം ചെയ്യുന്നതാണ്. പുറത്തുനിന്ന് കൊണ്ടുവന്ന് ചെയ്യുന്നതാണ്. അതായത് ഇന്ന് ഉത്സവവുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്നതാണ്. കരാറേൽപ്പിച്ചവരുടെ വണ്ടിയിൽ സാധനം ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അന്നേരമാണ് സംഭവം നടന്നെന്നാണ് അറിഞ്ഞു കേട്ടത്. ഈ ഉത്സവ സീസണിൽ മാത്രമേ ഇവിടെ പടക്കം, അല്ലാണ്ട് ഇവിടെ പടക്കശാല പ്രവർത്തിക്കുന്നില്ല. ഈ സമീപത്തൊന്നും ആർക്കൊന്നും കുഴപ്പമില്ലെന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പൊ അറിയില്ല. 6 പേര് ഹോസ്പിറ്റലാണെന്നാണ്, കൺഫേം ആയിട്ടില്ല. അവരവസ്ഥ എന്താന്ന് ഇപ്പൊ അറിയില്ല. സീരിയസ് ആണെന്ന് പറഞ്ഞു. ഇച്ചിരി മോശാവസ്ഥയായിരുന്നു രണ്ടുപേർക്ക്. ഞാൻ ഉണ്ടായില്ലോ, പെട്ടെന്ന് ശബ്ദം കേട്ടപ്പോ ഓടി വന്നെന്ന് മാത്രമേ. ഇവിടെ എത്ര പേരുണ്ടായിരുന്നു? ഇവിടെ ഒരു 8-9 പേരുണ്ടാകുന്നുള്ള ഒരു ധാരണ. വലിയ തീയും തീയിലോ ഭയങ്കര സൗണ്ടായിട്ടുള്ള ഒരു ശബ്ദം കേട്ടിട്ടാണ് ഞങ്ങൾ ഓടി വന്നത്. ഭയങ്കര ഭീകരമായൊരു ഇതായിരുന്നു, അന്തരീക്ഷമായിരുന്നു ഇവിടെ മൊത്തം. ഒരു 5 പേര് കൊണ്ടും ഇത്തിരി സീരിയസ് ആണെന്ന് പറയുന്നുണ്ട്. പിന്നെ വരുമ്പോഴേക്കും ആൾക്കാരെ ആംബുലൻസിനെ കയറ്റി പോകുന്നുണ്ടായിരുന്നു കുറച്ച് ആൾക്കാർ. ഇത് അമ്പലത്തിന്റെ ഉത്സവവുമായി ബന്ധപ്പെട്ട് മാത്രം വേണ്ട വിധത്തിലുള്ള ഒരു സുരക്ഷയൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു അല്ലേ? അതെ അതെ, കുറവായിട്ടും തോന്നുന്നു. അങ്ങനെയാണ് ഈ കണ്ടിട്ട് തോന്നുന്നത്. അവിടെ വടക്കക്കരന്റെ സ്ഥലമാണിത്. ഇവിടെ വെടിക്കെട്ട് നടക്കുമ്പോഴത്തേക്കും സാധനങ്ങൾ സൂക്ഷിക്കുന്നത് ഇവിടെ തന്നെയാണ്. ഈ വെടിക്കെട്ട് നടത്തുന്നത് എവിടെ വെച്ചാണ്? അവിടെ വെളി, അമ്പലത്തിലെ വെളിയിൽ. എല്ലാ വർഷവും ഉത്സവത്തിന് ഇവിടെ തന്നെയാണ് പടക്കങ്ങൾ സൂക്ഷിക്കുന്നത്. അതെ അതെ, ഇവിടെ തന്നെ. എന്തായിരുന്നു സംഭവിച്ചത്? സംഭവം യഥാർത്ഥത്തിൽ എനിക്കറിയില്ല. ഞാൻ കുറച്ച് മാറിയിട്ടായിരുന്നു. ഞാനപ്പോൾ അവിടുന്ന് പെട്ടെന്ന് അമ്മ വിളിച്ചപ്പോൾ ഓടി വരുമായിരുന്നു. വന്നപ്പോൾ ഇവിടെ മൊത്തം തകർന്നിരിക്കുകയാണ്. വന്നപ്പോൾ ഗേറ്റൊക്കെ ഓൾമോസ്റ്റ് വീണ അവസ്ഥയിലാണ്. വീട്ടിലേക്ക് വന്നപ്പോൾ എല്ലാം മൊത്തത്തിൽ ഇതായിട്ട് ഡാമേജ് ആയിട്ടാണ് കാണുന്നത്. അപ്പുറത്തെ ഇപ്പുറത്തെ വീടുകളിലൊക്കെ ഫിസിക്കൽ സ്ട്രക്ചറൊക്കെ പോയി. പിന്നെ 1-2 പേരെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ കാഷ്വാലിറ്റി എന്താണെന്ന് നമുക്കറിയില്ല. മൊത്തത്തിലൊരു ട്രോമയായി പോയി. ഇവിടെ ഈ പടക്കശാല ഇവിടെ ഉണ്ടായിരുന്നല്ലേ കുറച്ച് ദിവസം? പെർമനന്റ് ശാലയല്ല അത്. ആക്ച്വലി ഇതൊരു കോൺട്രാക്ട് കൊടുത്തേക്കണാണ്. അവരവിടെ എന്തോ സ്റ്റോർ ചെയ്തേക്കണാണ്. അപ്പം അറിഞ്ഞത് അവർ വണ്ടിയിലെങ്ങാണ്ട് സാധനം ഉണ്ടായിരുന്നു, അത് ചൂട് കൊണ്ട് എക്സ്പ്ലോഷൻ ആയതാണെന്നാണ് അറിഞ്ഞത്. അപ്പുറത്ത് അവളോട് വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കുമായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ ഇതൊക്കെ താഴത്തേക്ക് വീണുകൊണ്ട് എന്താന്ന് മനസ്സിലായില്ല. അപ്പോഴാണ് പിന്നെ എനിക്കപ്പോൾ തോന്നി ഇനി ഇവിടെ ആയിരിക്കുമോ, അവിടുന്ന് എന്തെങ്കിലും ആയിരിക്കുമോ എന്ന് ഇങ്ങനെ ചെയ്യാനപ്പം പേടിച്ചിട്ടൊന്നും സംസാരിക്കാൻ പോലും പറ്റാണ്ടായിപ്പോയി. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അകത്തേക്കൊന്നും കയറിയില്ല. അകത്ത് കയറിയെങ്കിൽ കാരണം പൊട്ടി ഇതായതിന്. അപ്പൊ അമ്മ അതിനുശേഷം മോനെ വിളിച്ചു അല്ലേ? മോനെ വിളിച്ചു. എൻ്റെ അപ്പുറത്തെ വഴി താമസിക്കുന്ന മോൻ വന്നു. പിന്നെ ഈ മോനൊക്കെ വന്നു. മോളെയൊക്കെ വിളിച്ചു വരുത്തി. ഇപ്പൊ അമ്മ എങ്ങോട്ട് പോവാണ്? ഞാൻ എൻ്റെ മറ്റേ മോന്റെ വീടല്ലേ, ഹസ്ബൻഡിന്റെ വീടൊക്കെ അവിടെ ഉണ്ട്, അങ്ങോട്ട് പോവാന്ന് വിചാരിക്കുക. ഈ സംഭവ സ്ഥലത്ത് അമ്മ പോയായിരുന്നോ? അവിടെ ഞാൻ പോയില്ല, അങ്ങോട്ട് പോയില്ല. അപ്പൊ തന്നെ ടെൻഷനായി ആകെ. സംഭവത്തിൽ കരാർ ജീവനക്കാരായ 2 പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ക്ഷേത്ര ഭരണസമിതിക്കെതിരെയും കേസെടുത്തു. വാർത്തയുടെ വിശദാംശങ്ങളുമായി സംഭവ സ്ഥലത്ത് നിന്ന് നവമി ദിനേശ് ചേരുന്നു. നവമി, നമുക്കറിയാം ഇത്തരം വെടിക്കെട്ട് അപകടങ്ങളും സ്ഫോടനങ്ങളൊക്കെ വലിയ രീതിയിൽ കേരളത്തിൽ ഈ സമീപകാലത്തൊക്കെ സംഭവിക്കാറുള്ളതാണ്. പക്ഷേ ഇതുപോലുള്ള ഒരു പട്ടാപ്പകൽ ഇത്തരമൊരു സ്ഫോടനം അത് സമീപകാലത്ത് ആദ്യമാണ്. ആ ദൃശ്യങ്ങൾ തന്നെ ഏറെ ഭയപ്പെടുത്തും. കാരണം അവിടുത്തെ കെട്ടിടം പൂർണ്ണമായും തകർന്ന അവസ്ഥ, നിരവധി വാഹനങ്ങൾക്ക് കേടുപാട് പറ്റിയിരിക്കുന്നു, ഒരു മനുഷ്യജീവൻ പൊലിഞ്ഞിരിക്കുന്നു, നിരവധി പേർക്ക് പരിക്കേറ്റ അവസ്ഥ. എന്താണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരങ്ങൾ? ഏറ്റവും ഒടുവിലത്തെ വിവരം അനുസരിച്ച് ഈ കരാർ ജീവനക്കാർക്കും ഒപ്പം തന്നെ ക്ഷേത്രം ഭരണസമിതിയിലെ അംഗങ്ങൾക്കുമെതിരെ ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ലൈസൻസ് ഇല്ല. ഇവിടെ ഇത്തരത്തിലൊരു പടക്കം സംരക്ഷിക്കുന്നതിനോ അല്ലെങ്കിൽ നിർമ്മിക്കുന്നതിനോ വേണ്ടിയിട്ടുള്ള ലൈസൻസ് ഇല്ല. ലൈസൻസ് ഇല്ലാതെ അനധികൃതമായാണ് ഇവിടെ പടക്കങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത്. അതിൽ തന്നെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. എന്തായാലും ഈ ദൃശ്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് വളരെ വ്യക്തമായി തന്നെ ഈ ഒരു അപകടം
അപകടത്തിന്റെ ആഘാതം എത്രത്തോളം വലുതാണെന്ന് മനസ്സിലാകാൻ കഴിയും. കാരണം ഈ ഒരു വാഹനത്തിലായിരുന്നു ഈ പടക്കങ്ങളെല്ലാം സൂക്ഷിച്ചിരുന്നത്. ആ വാഹനത്തിന്റെ അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. പൂർണ്ണമായും നശിച്ചിരിക്കുന്നു. അതൊരു ട്രാവലറാണ്, അത് പൂർണ്ണമായും നശിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ തൊട്ടു സമീപത്ത് മറ്റൊരു കാറുമുണ്ട്, അതിന്റെ അവസ്ഥയും വളരെ ദയനീയമാണ്. ഈ പടക്കങ്ങൾ സൂക്ഷിക്കാനായി വെച്ചിരിക്കുന്ന ചെറിയൊരു കെട്ടിടമുണ്ട്, അതും ഭാഗികമായി തന്നെ തകർന്നിരിക്കുകയാണ്. ഈ കാണുന്ന അവശിഷ്ടങ്ങളെല്ലാം ഈ കെട്ടിടത്തിന്റെ തന്നെ അവശിഷ്ടങ്ങളാണ്. ഇതിൽ നിന്നൊക്കെ ഈ ചാക്കുകളിലൊക്കെ നിറച്ചും പടക്കങ്ങളും മറ്റ് കാര്യങ്ങളുമൊക്കെ ആയിരുന്നു. ഇതെല്ലാം പൊട്ടി തെറിച്ചിരിക്കുന്നു. വലിയ ഒരു അപകടമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. സമീപ പ്രദേശത്തെ വീടുകളിലൊക്കെ പൂർണ്ണമായും നശിച്ചിരിക്കുകയാണ്. താമസിക്കാൻ പോലും കഴിയാത്ത അത്ര അപകടങ്ങളാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു നാശനഷ്ടങ്ങളാണ് ഈ വീടുകൾക്കൊക്കെ സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും വളരെ വലിയൊരു ആഘാതത്തിലാണ് ഈ തൃപ്പൂണിത്തുറക്കാർ. അവരൊട്ടും പ്രതീക്ഷിക്കാതെ ഈ ഒരു പകൽ 11 മണിയോട് കൂടിയായിരുന്നു വലിയ ഒരു ശബ്ദവും പുകയും തീയും ഉയരുന്നത്. നാട്ടുകാരെല്ലാവരും, വീട്ടുകാരും നാട്ടുകാരും എല്ലാവരും ഓടിക്കൂടി. ഉടൻ തന്നെ ഫയർഫോഴ്സിനെയും പോലീസിനെ അടക്കം വിളിച്ചു. ഇവർ ഉടനെ എത്തി ഈ തീ അണച്ച് നിയന്ത്രണം വിധേയമാക്കി. പിന്നീടാണ് പരിശോധന നടത്തിയത്. പരിശോധനയിലാണ് ഏകദേശം 5 ജീവനക്കാരായിരുന്നു ഈ ശാലയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നത്. ഈ 5 പേരുടെയും നില അല്പം ഗുരുതരമായിരുന്നു. അതിൽ ഒരാളാണ് മരിച്ചത്. വിഷ്ണു തിരുവനന്തപുരം സ്വദേശിയാണ്. തിരുവനന്തപുരം സ്വദേശിയുടെ ആണ് ഈ കരാർ നൽകിയിരിക്കുന്നത്. അങ്ങനെ അതിലുള്ള ഒരു ജീവനക്കാരനാണ് മരിച്ചിരിക്കുന്നത്. ബാക്കി 4 പേർ ആശുപത്രിയിലുണ്ട്. മുഴുവനും 16 പേരാണുള്ളത്. അതിൽ ഈ 5 പേർ ജീവനക്കാരും ബാക്കിയുള്ളവർ ഈ പ്രദേശത്ത് തന്നെ ഉള്ളവരാണ്. അവരിൽ ഗുരുതരമായി ആർക്കും തന്നെ പരിക്കേറ്റിട്ടില്ല എന്നുള്ളത് വലിയൊരു ആശ്വാസം നൽകുന്ന വാർത്തയാണ്. എങ്കിൽ പോലും ഈ ജനൽ ചില്ലകളൊക്കെ ശരീരത്ത് തറച്ചു കയറിയ ചില മുറിവുകളാണ് ഇവർക്കുണ്ടായിരിക്കുന്നത്. അതൊപ്പം തന്നെ ഈ സമീപത്തുണ്ടായിരുന്ന വീട്ടിലെ കുഞ്ഞിനെ അവർ കൃത്യസമയത്ത് സംരക്ഷിച്ചതുകൊണ്ട് മാത്രമാണ് വലിയൊരു അപകടം ഒഴിവായത്. എന്തായാലും പോലീസും ഫോറൻസിക് സംഘവും അടക്കം ഇവിടെ എത്തി പരിശോധനകൾ നടത്തുകയാണ്. ഫയർഫോഴ്സിന്റെ കൃത്യമായ ഒരു ഇടപെടൽ തന്നെയാണ് വലിയൊരു ദുരന്തം ഒഴിവാക്കിയത്. ഈ നമുക്കറിയാം, ഇപ്പോൾ പുറത്തു വന്ന വിവരങ്ങൾ ഈ പടക്കശാലയ്ക്ക് ലൈസൻസ് ഇല്ല എന്ന് പറയുന്നു. 2 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അത് ഈ കരാർ ഉടമയാണോ, ഈ കരാർ എടുത്ത വ്യക്തിയെ ഉൾപ്പെടെയാണോ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്? അതോടൊപ്പം ഈ ഒരു പൂർണ്ണമായ ഒരു നിയമലംഘനം ഇവിടെ വ്യക്തമാണ്. സാധാരണ ഈ ജനവാസ മേഖലയിൽ അതല്ലെങ്കിൽ സമീപത്ത് വീടുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ പടക്കശാലകൾ പ്രവർത്തിക്കാൻ പാടില്ല എന്നൊക്കെ നിയമങ്ങളുള്ളതാണ്. ഇവിടെ പൂർണ്ണമായൊരു നിയമലംഘനം പ്രകടമല്ലേ? തീർച്ചയായും. ഒന്നാമത്തെ കാര്യം, ഇതിനൊരു ലൈസൻസ് ഇല്ല എന്നുള്ളതാണ്. ഈ പ്രദേശത്തുള്ളവർക്ക് പലർക്കും ഇത്തരത്തിലൊരു പടക്കങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലം തൃപ്പൂണിത്തുറ ഉച്ചയോടുകൂടിയാണ് ഈ ഒരു സ്ഫോടനം ഉണ്ടാകുന്നത്. പടക്കശാലയിൽ പൊട്ടിത്തെറി ഉണ്ടാകുന്നത്. വലിയ രീതിയിലുള്ള സ്ഫോടന ശബ്ദമാണ് കേട്ടത്. സമീപത്ത് നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. സമീപത്തുള്ള നിരവധി വീടുകൾക്കാണ് ഈ കേടുപാട് സംഭവിച്ചത്. തൃപ്പൂണിത്തുറയ്ക്ക്, അതായത് ഈ പടക്കശാലയ്ക്ക് തൊട്ട് സമീപത്തുള്ള പുതിയകാവ് ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് എത്തിച്ച ഈ പടക്കങ്ങളാണ് അവിടെ പൊട്ടിത്തെറിച്ചത്. ഒരാൾക്ക് ഒരു ജീവനക്കാരൻ സംഭവ സ്ഥലത്ത് വെച്ച് മരിച്ചിരുന്നു. 16 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. കരാർ ജീവനക്കാർ, അതോടൊപ്പം സമീപ വീടുകളിൽ താമസിക്കുന്നവരടക്കമാണ് ഇപ്പോൾ ഈ സ്ഫോടനത്തിൽ പരിക്കേറ്റ് വിവിധ ആശുപത്രികളിൽ, കളമശ്ശേരി മെഡിക്കൽ കോളേജ്, തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രി ഉൾപ്പെടെയുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. പരിക്കേറ്റവരിൽ ഒരാളുടെ നില ഗുരുതരമാണ്. ഈ കരാർ ജീവനക്കാരായ 2 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. 2 പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ക്ഷേത്ര ഭരണസമിതിക്കെതിരെയും കേസെടുത്തുവെന്നാണ് ഇപ്പോൾ പോലീസ് നൽകുന്ന വിവരങ്ങൾ. എന്തായാലും ഏറെ ഞെട്ടിപ്പിക്കുന്നൊരു സംഭവമായിരുന്നു ഇന്ന് ഉച്ചയോടുകൂടി തൃപ്പൂണിത്തുറയിലുണ്ടായത്. നവമി, തുടരാം.
ടോം, ഈ അമ്പലത്തിന്റെ വെള്ളിയാഴ്ചയാണ് അമ്പലത്തിൽ കൊടിയേറിയത്. 2-3 ദിവസങ്ങളായി അമ്പലത്തിൽ ഉത്സവങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഈ പുതിയകാവ് ക്ഷേത്രത്തിൽ. അതിൽ അതായത് ദേവസ്വം ബോർഡിന്റെ തന്നെ 2 വിഭാഗങ്ങളായി, തെക്കോറം വടക്കോറം, അങ്ങനെ 2 വിഭാഗങ്ങളിലായാണ് ഇവിടെ വെടിക്കെട്ടുകൾ എല്ലാ വർഷവും സംഘടിപ്പിക്കുന്നത്. ഇന്നലെ വടക്കോറത്തിന്റെ വെടിക്കെട്ടായിരുന്നു, ഇന്ന് തെക്കോറത്തിന്റെ വെടിക്കെട്ടായിരുന്നു നടക്കേണ്ടത്. അതിനിടയിൽ തന്നെ ഇന്നലെ വെടിക്കെട്ട് നടത്തിയത് പോലും അനുമതിയില്ലാതെ, പോലീസിന്റെ പോലും അനുമതിയില്ലാതെയാണ് ഇന്നലെ വെടിക്കെട്ട് നടത്തിയത്. അതിനെ ചേർത്താണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. അതിനിടയിലാണ് ഇത്തരത്തിൽ ലൈസൻസ് ഇല്ലാതെ ഇവിടെ ഒരു പടക്കം സംരക്ഷിക്കുന്ന ഒരു ശാല തന്നെ ഇവർ കൊണ്ടുവന്നത്. ഈ പൊരയിടം, ഈ സ്ഥലം എന്ന് പറയുന്നത് അമ്പലത്തിന്റെ തന്നെ കരയോഗത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ്. അങ്ങനെ എല്ലാ വിധത്തിലും നോക്കിയാലും വലിയൊരു നിയമലംഘനമാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കേസ് പോലീസ് എടുത്തിട്ടുണ്ട് ഭാരവാഹികൾക്കെതിരെയും. അതോടൊപ്പം തന്നെ ഈ ശാലയ്ക്കെതിരെ, അതായത് ഈ കരാർ ജീവനക്കാർക്കെതിരെയും കേസ് എടുത്തിട്ടുണ്ട്. അതിലൊരാളാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്തുള്ളവർക്കാണ് ഇത്തവണ കരാർ നൽകിയിരിക്കുന്നത്. നമ്മൾക്ക് ഈ സമീപ പ്രദേശത്തെ വീടുകളിലൊക്കെ നോക്കാം. രാവിലെ ഈ സംഭവം നടന്ന സമയത്ത് മുതൽ തന്നെ ആളുകളെല്ലാം ഇവിടെ ഓടിക്കൂടിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഇപ്പോൾ പതുക്കെ തിരിച്ചു അവരുടെ വീട്ടുകളിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ്. കാരണം വലിയൊരു രക്ഷാപ്രവർത്തനമാണ് ഈ സംഭവ സ്ഥലത്ത് ഉണ്ടായത്. കാരണം നാട്ടുകാരുടെയൊക്കെ കൃത്യമായൊരു ഇടപെടൽ തന്നെയാണ് വലിയൊരു ദുരന്തം ഒഴിവായതും ഇവരെ കൃത്യസമയത്ത് ആശുപത്രിയിലേക്കൊക്കെ എത്തിക്കേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടായത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ പടക്കശാലയ്ക്ക് തൊട്ട് ചേർന്നുള്ള ഒരു വീട്ടിലാണ്. അവിടുത്തെ അവസ്ഥയാണ്, ഇവിടുത്തെ കാറ്, ഒപ്പം നിൽക്കുന്ന ജനൽ ചില്ലകളൊക്കെ തകർന്നിരിക്കുകയാണ്. ടോം, ഇവിടെ ഒരു അമ്മയാണ് ഉണ്ടായിരുന്നത്. ആ അമ്മ പുറകുവശത്ത് വീടിന് പുറത്തായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വലിയൊരു ദുരന്തം ഒഴിവായി. ഉടൻ തന്നെ മക്കളെയൊക്കെ വിവരം അറിയിച്ച് ഇവർ ഇതെന്താ സംഭവം എന്താണെന്ന് അറിയുന്നതിന് മുൻപ് തന്നെ ഇവിടെ വലിയൊരു സ്ഫോടനവും ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ വീട്ടിലുള്ളവരോട് തന്നെ ചോദിക്കാം. ചേട്ടാ, ഈ ഒരു സംഭവം, അതായത് ഇവിടെ ഇങ്ങനെ പടക്കം സൂക്ഷിച്ചിരിക്കുകയാണെന്ന് അടക്കമുള്ള കാര്യങ്ങൾ നിങ്ങളോട് വല്ല മുന്നറിയിപ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശങ്ങളോ ഭാരവാഹികൾ തന്നിട്ടുണ്ടായിരുന്നോ? ഇല്ല, അങ്ങനെയൊന്നും തന്നിട്ടില്ല. ഒരു നിർദ്ദേശങ്ങളൊന്നും തന്നിട്ടുണ്ടായില്ല. ഇതെന്താ സംഭവിച്ചെന്നറിയില്ല. സാധനം അവിടെ ഉണ്ടായിരുന്നു എന്നാണ് അവർ പറഞ്ഞത്. എല്ലാ വർഷവും ഇവിടെ തന്നെയാണ് ഇവരുടെ സംഭരി? അത് നമുക്കറിയില്ല. വെടിക്കെട്ട് നടത്തുന്ന ഭാരവാഹികൾക്ക് അറിയുള്ളൂ. അത് ഇവിടെ അങ്ങനെ സ്ഥിരം സ്റ്റോറേജ് ഒന്നും അല്ല. അത് ഇപ്പം എങ്ങനെയാണ് സംഭവിച്ചതെന്ന് നമുക്കറിയില്ല ആക്ച്വലി. എന്താ ചേട്ടൻ വന്നപ്പോൾ ഉണ്ടായിരുന്ന ഇവിടുത്തെ സംഭവങ്ങൾ എങ്ങനെയായിരുന്നു? വന്നപ്പോൾ ഉണ്ടായ അവസ്ഥ എന്ന് പറഞ്ഞാൽ, ഞാൻ വരുമ്പോഴത്തേക്ക് ഇവിടെ മൊത്തത്തിൽ ആൾക്കാരെയൊക്കെ സ്ട്രക്ചറിൽ കൊണ്ടുപോകുമായിരുന്നു. 1-2 പേര് കോൺഷ്യസ് അല്ലായിട്ടാണ് തോന്നിയത്. ബ്ലഡൊക്കെ വരുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ നോക്കുമ്പോൾ ഇവിടെയൊക്കെ എല്ലാം മൊത്തത്തിലൊരു ഡാമേജ് ആയ അവസ്ഥ. ഇവിടെ ഗേറ്റൊക്കെ പറഞ്ഞ് താഴെ കിടക്കുന്നു. വീട്ടിലേക്ക് കയറാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഡോറൊക്കെ പൊളിഞ്ഞ് 2 കഷ്ണമായിട്ട് കിടക്കുന്നു. അപ്പുറത്തെ ആൻറ്റിയുടെ മേത്തൊക്കെ ചില്ലും ഇതൊക്കെ തോന്നി. ആ ഒരു ഇമ്പാക്റ്റിലാണ് മൊത്തത്തിൽ കണ്ടപ്പോൾ ആ ഒരു അവസ്ഥയായിരുന്നു മൊത്തത്തിൽ. അങ്ങനെയാണ് ടോം, അതായത് വളരെ ദയനീയമായ ഭീകരമായ ഒരു അന്തരീക്ഷമായിരുന്നു ഇവിടെ. ആളുകളെയൊക്കെ സ്ട്രക്ചറിലേക്ക് കൊണ്ടുപോകുന്നു, അതോടൊപ്പം തന്നെ ആളുകൾ നിലവിളിച്ച് പുറത്തേക്ക് ഓടുന്നു. അങ്ങനത്തെ ഒരു സാഹചര്യമായിരുന്നു. അതായത് ഈ സംഭവ സ്ഥലത്തിന് ഏകദേശം 300 മീറ്ററോളം, അതായത് 2 കിലോമീറ്ററോളം ഒക്കെ സ്ഥലത്തുള്ള വീടുകളിലൊക്കെ വലിയ രീതിയിലുള്ളൊരു നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ നമുക്ക് കൃത്യമായി മനസ്സിലാകും എത്രമാത്രമാണ് ഇവിടെ ഉണ്ടായ ആഘാതമെന്നും എത്രമാത്രം സ്ഫോടനമാണ് ഇവിടെ നടന്നതെന്നും. കാരണം വലിയ രീതിയിലുള്ള വെടിക്കെട്ടാണ് എല്ലാ വർഷവും ഈ അമ്പലത്തോടനുബന്ധിച്ച്, ഈ ക്ഷേത്ര ഉത്സവത്തോടനുബന്ധിച്ച് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഒരു മത്സര രീതിയൊക്കെ തന്നെയാണ് ഇവർ എല്ലാ വർഷവും നടത്തുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എത്രമാത്രം സാധനങ്ങളായിരിക്കും ഇവിടേക്ക് കൊണ്ടുവരിക, അതെല്ലാം പൊട്ടിത്തെറിച്ചാലുണ്ടാകുന്ന ഒരാഘാതം എത്രമാത്രം ആകുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നതും. ഈ വീടിൻ്റെ ഫ്രണ്ടിൽ കിടന്ന കാറിൻ്റെയൊക്കെ അവസ്ഥ വളരെ ദയനീയമാണ്. ചില്ലുകളെല്ലാം പൊട്ടിയിരിക്കുന്നു, കാറിനുള്ളിലുള്ള സാധനങ്ങളെല്ലാം തെറിച്ചു പോയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇത് തന്നെയാണ് ഓരോ വീടുകളിൽ നിന്നും കാണുന്നത്. ഈ വീട്ടിലെ ഒരു കുഞ്ഞുണ്ടായിരുന്നു. ആ കുഞ്ഞിനെ കൃത്യമായി തന്നെ അവർ സംരക്ഷിച്ചത് കൊണ്ട് തന്നെയാണ് വലിയൊരു ദുരന്തം ഒഴിവായത്. ഒപ്പം ഉണ്ടായിരുന്ന ഈ വീട്ടിലെ ചേച്ചിയുടെ ശരീരത്ത് ഈ ജനൽ ചില്ലകളുടെ ഒക്കെ ഗ്ലാസ് തറച്ചു കയറി. അതുകൊണ്ട് തന്നെ വേഗം ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ കൃത്യമായിട്ടുള്ളൊരു ചികിത്സ ഇവർക്ക് നൽകുന്നുണ്ട്. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ഈ പൊള്ളലേറ്റവർക്കായി ചികിത്സിക്കുന്നതിനുള്ള പ്രത്യേക സജ്ജീകരണങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. വിദഗ്ധ ഡോക്ടർമാരൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ വീടുകൾക്ക് മാത്രമാണ് നാശനഷ്ടം ഉണ്ടായത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഏകദേശം 1/2 കിലോമീറ്ററോളം, അതായത് ഈ സ്ഫോടക വസ്തുക്കൾ ശേഖരിച്ചിരുന്ന ആ കെട്ടിടത്തിൽ നിന്നും 1/2 കിലോമീറ്റർ അകലേക്ക് പോലും
ഈ സ്ഫോടക അവശിഷ്ടങ്ങൾ തെറിച്ചു വീണു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏകദേശം 20ഓളം വീടുകൾക്ക് കേടുപാടുകൾ പറ്റിയെന്നൊക്കെ പറയുന്നുണ്ട്. അത് സമീപത്തുള്ള വീടുകൾക്ക് മാത്രമാണോ, ദൂരെ, അതായത് ഇതിൽ നിന്നും ദൂരെയുള്ള 100 മീറ്റർ അപ്പുറമുള്ള വീടുകൾക്കൊക്കെ സമാനമായ രീതിയിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടോ? ഉണ്ട് ടോം. അതായത് 2 കിലോമീറ്ററിനുൾ പരിധിയിലുള്ള വീടുകൾക്കൊക്കെ നല്ല രീതിയിലുള്ള കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിലെ വരെ ജനൽ ചില്ല തകർന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും എത്രമാത്രം ആഘാതമാണ് ഈ പ്രദേശത്ത് ഉണ്ടായതെന്ന്. കാരണം ഈ സാധനങ്ങളൊക്കെ, വീട്ടിൽ നിന്നിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ തെറിച്ചു പുറത്തേക്ക് പോകുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടായി. അപ്പോൾ അത്രമാത്രം ആഘാതമാണ് ഇവിടെ നിന്നൊക്കെ മനസ്സിലാകും. ആ വാഹനം, അതായത് ഈ കൊണ്ടുവന്ന വാഹനത്തിന്റെ അവസ്ഥ, അത് പൂർണ്ണമായും നശിച്ചിട്ടുണ്ട്. അതിന്റെ സമീപത്ത് കിടന്ന ഒരു കാർ, അതും പൂർണ്ണമായും നശിച്ചിട്ടുണ്ട്. വീടിന്റെ ഉള്ളിലെ അവസ്ഥയാണ്. നമുക്ക് ഈ വീട്ടിന്റെ ഉള്ളിലേക്ക് കയറാമെന്ന് തോന്നുന്നു. ഈ വീടിന്റെ ഒരു അവസ്ഥ അത് വളരെ ദയനീയമാണ്. ഇവിടെ താമസിക്കാൻ പോലും കഴിയാത്ത അത്ര ഒരു സാഹചര്യമാണ് ഈ വീടിലുള്ളത്. എല്ലാ സാധനങ്ങളും ഇവിടെ നശിച്ചിരിക്കുന്നു. ഇവിടെ കതക് ഉൾപ്പെടെ ഇളകി പല കഷ്ണങ്ങളായ ഒരു അവസ്ഥ. അടുക്കള, ഇതൊന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്തൊരു രീതിയിലേക്ക് മാറിയിരിക്കുകയാണ്. ഈ വീട്ടിലുള്ള ഒരു കുഞ്ഞും ഉൾപ്പെടെയുള്ളവർ താമസിക്കുന്ന ഒരു വീടാണ്. ഇതിലെ ഒരു അമ്മയ്ക്കാണ് ചെറിയ രീതിയിലുള്ളൊരു പരിക്കേറ്റത്. അങ്ങനെ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അവരെല്ലാം ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ വീട്ടിലുള്ളവരോട് തന്നെ ഏറെ ഭയപ്പെടുത്തുന്നതാണ്. കാരണം ഒരു ലക്ഷങ്ങളുടെ നാശനഷ്ടം ഏകദേശം പ്രാഥമികമായി തന്നെ കണക്കാക്കാൻ കഴിയും. ഈ എല്ലാ വീടുകളുടെ, അതായത് അവിടെയുള്ള വീടുകൾ, വാഹനങ്ങളുടെ ഒക്കെ നാശനഷ്ടം കണക്കാക്കുമ്പോൾ എത്രത്തോളം രൂപയുടെ, എത്ര രൂപയോളം നഷ്ടമുണ്ടായെന്നാണ് പ്രാഥമികമായി കണക്കാക്കുന്നത്. മാത്രമല്ല, ഇവർക്ക് അടിയന്തര ഘട്ടത്തിൽ ഏതെങ്കിലും സഹായങ്ങൾ ആരുടെയെങ്കിലും ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടോ? നഷ്ടപരിഹാരം ഉൾപ്പെടെ നൽകാൻ ഈ കരാറുകാരോ അതല്ലെങ്കിൽ മറ്റു വേണ്ടപ്പെട്ട ക്ഷേത്ര ഭരണസമിതിയോ മറ്റോ തയ്യാറാകാൻ സാധ്യതയുണ്ടോ? ടോം, കളക്ടർ ഇവിടെ എത്തി ഈ കണക്കുകൾ പരിശോധിച്ച ശേഷം കൃത്യമായിട്ടുള്ളൊരു നഷ്ടപരിഹാരം ഇവർക്ക് നൽകുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അല്പസമയത്തിന് മുൻപ് തന്നെ കളക്ടറും എറണാകുളം MP ഹൈബി ഈഡൻ അടക്കമുള്ളവർ ഇവിടെ എത്തുകയും ഒപ്പം തന്നെ നഗരസഭയിലുള്ളവരെല്ലാം ഇവിടെ എത്തുകയും ഇവർക്ക് വേണ്ടിയിട്ടുള്ള നഷ്ടപരിഹാരങ്ങൾ കണക്കാക്കി അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്നും തിട്ടപ്പെടുത്തുന്നുണ്ട്. അത് കൃത്യമായി ലഭിച്ചാൽ ഉടൻ തന്നെ ഇവർക്ക് വേണ്ട നഷ്ടപരിഹാരങ്ങൾ നൽകാമെന്ന് കളക്ടർ അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ അപകടത്തിൽപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള നഷ്ടപരിഹാരങ്ങളും ഉടൻ തന്നെ പ്രഖ്യാപിക്കും. അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പോലീസിന്റെ ഭാഗത്ത് നിന്നുള്ള നടപടിക്രമങ്ങളെല്ലാം ആരംഭിച്ചു കഴിഞ്ഞു. നമുക്ക് ഈ വീട്ടിൽ ഉള്ളവരോട് തന്നെ ഇതിനെക്കുറിച്ചുള്ള കൂടുതലായിട്ടുള്ള വിശദാംശങ്ങൾ ചോദിക്കാം. ചേട്ടാ, ഈ സമയത്ത് ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ ഉണ്ടായിരുന്നില്ല, വൈഫും പിള്ളേരും മാത്രം ഉണ്ടായിരുന്നു. എന്തായിരുന്നു സംഭവിച്ചതെന്ന് അവർ പറയുന്നത്? അവര് പറഞ്ഞത് പെട്ടെന്നൊരു ഒച്ചയമ്പാളം ചില്ലുകളൊക്കെ തെറിക്കുന്ന പ്രശ്നമായിരുന്നു കേട്ട്. അത് കഴിഞ്ഞ് അവർ കുട്ടികളായിട്ട് ഓടി പുറങ്ങോട്ട് പോയി. അവർക്ക് ഏതെങ്കിലും വിധത്തിലുള്ള പരിക്കേറ്റിട്ടുണ്ടോ? കാര്യമായിട്ടുള്ളതില്ല, ചെറിയ സ്ക്രാച്ചസും ചെറിയ കാലിലൊക്കെ ഗ്ലാസ് കൊണ്ടതൊക്കെ ഉള്ളൂ. കുഞ്ഞുങ്ങൾക്ക് എത്ര വയസ്സുണ്ട്? 4 വയസ്സുള്ള ട്വിൻസാണ് രണ്ടുപേരും. അവരെയും കൊണ്ടാണ് ഓടിയത്. ഇവിടെ നിങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. അമ്മ ഉണ്ടായിരുന്നു, അമ്മ ഉണ്ടായിരുന്നില്ല. അപ്പോൾ 3 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ ഇത്തരത്തിലൊരു പടക്കശാല ഉണ്ട്, അല്ലെങ്കിൽ ഇവിടെ സംരക്ഷണം ഉണ്ടെന്ന് നിങ്ങൾ നേരത്തെ അറിഞ്ഞിരുന്നോ? സ്റ്റോക്ക് ഉണ്ടെന്നുള്ള ഐഡിയ ഒന്നും ഇല്ല. ഇത് ഉത്സവങ്ങളൊക്കെ വരുമ്പോൾ മാത്രമേ ഉണ്ടാവാറുള്ളൂ. അങ്ങനെ വേറെ അങ്ങനെ നമുക്കൊരു പ്രശ്നമുള്ള ഫീല് നമുക്കൊന്നും ഇതുവരെ തോന്നിയിട്ടൊന്നുമില്ല. എല്ലാ വർഷവും ഇവിടെ തന്നെയാണ് ഇത് സംരക്ഷിക്കുന്നത്. എനിക്കങ്ങനെ ഇന്നലെയും ഇങ്ങനെ വലിയ സ്റ്റോക്കുള്ളവരല്ല, ഒരിടയ്ക്ക് ആൾക്കാരൊക്കെ വന്നു പോകുന്നതായിട്ട് തന്നുള്ളൂ. ഇപ്പോൾ പൊട്ടിയപ്പോഴാണ് ഇത്രയും ഭീകരമുള്ള സംഭവമാണെന്നൊക്കെ അറിയുന്നത്. അത്രയും നാളില്ല. അത് തന്നെയാണ് ടോം, ഈ സമീപ പ്രദേശത്തുള്ളവർക്ക് പോലും കൃത്യമായി ഇവിടെ ഒരു ഈ പടക്കങ്ങൾ സംരക്ഷിക്കുന്നു എന്നുള്ളൊരു വിവരം ലഭിച്ചിരുന്നില്ല, അല്ലെങ്കിൽ ഭാരവാഹികൾ ആരും ഇവരെ അറിയിച്ചിരുന്നില്ല. അത് തന്നെ വലിയൊരു വീഴ്ചയാണ്. കാരണം ഇത്രയും ജനസാന്ദ്രതയുള്ള സമീപ പ്രദേശങ്ങൾ, അടുത്തടുത്ത് വീടുകളുള്ള ഇടത്ത് ഇത്രയും ഇത്രയും കൂടുതൽ പടക്കങ്ങൾ കൊണ്ടുവെക്കുമ്പോൾ, ഇത്തരത്തിലുള്ള വെടിക്കോപ്പുകൾ കൊണ്ടുവെക്കുമ്പോൾ അത് കൃത്യമായി ഇവരെ അറിയിക്കേണ്ടതുണ്ട്. അറിയിക്കാത്തത് തന്നെ വലിയൊരു വീഴ്ചയാണ്. ഈ സമീപത്തുള്ളവർ തന്നെ പറയുന്നുണ്ട്, ഒരു 5-6 വർഷങ്ങൾക്ക് മുൻപ് ഇത്തരത്തിൽ ഇവിടെ ഈ
വെടിക്കോപ്പുകളൊക്കെ കൊണ്ടുവയ്ക്കുമ്പോൾ ഇവർക്ക് കൃത്യമായിട്ടുള്ളൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാരണം ഈ പൊതു ഇടങ്ങളിലൊന്നും തീയിട്ട് കത്തിക്കരുത്, അല്ലെങ്കിൽ വീട് ഗ്യാസ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കണമെന്നൊരു നിർദ്ദേശമൊക്കെ വർഷങ്ങൾക്ക് മുൻപ് ഇവർക്ക് നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ അടുത്ത കാലത്തായി യാതൊരുവിധ നിർദ്ദേശങ്ങളൊന്നും ഭരണസമിതിയുടെ ഭാഗത്തു നിന്നും ലഭിക്കുന്നില്ല. തൊട്ടടുത്ത് കിടക്കുന്ന വീട്ടുകാരോട് പോലും പറഞ്ഞിട്ടില്ല, ഈ കരാറുകാരോ അറിയിച്ചിട്ടില്ല, ഏതെങ്കിലും വിധത്തിലുള്ള മുൻകരുതൽ എടുക്കണമെന്ന് പോലും അറിയിച്ചിട്ടില്ല. എന്തിനു വേറെ പോലീസ് പോലും അറിയാതെയാണ്, അല്ലെങ്കിൽ അങ്ങനെ അധികൃതരാരും അറിയാതെ, നഗരസഭ പോലും അറിയാതെയാണ് ഇന്നലെയും ഇവിടെ ഇത്തരത്തിലൊരു വെടിക്കെട്ട് സംഘടിപ്പിച്ചത്. ഇന്ന് വൈകുന്നേരം ഇങ്ങനെ സംഘടിപ്പിക്കാൻ പോകുന്നത് അത് തന്നെ വലിയൊരു നിയമലംഘനം തന്നെയാണ്. ഇത്ര വലിയൊരു ആഘാതത്തിലേക്ക്, അല്ലെങ്കിൽ ഒരാളുടെ ജീവൻ വരെ നഷ്ടമാകുന്ന സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരെ എത്തുമ്പോൾ ഇത് ആരുടെ അനാസ്ഥയാണ് എന്നതാണ് ഇപ്പോഴും നമുക്ക് മനസ്സിലാകാത്തത്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. നമുക്കറിയാവുന്നതുപോലെ തന്നെ പുറ്റിങ്ങൽ വെടിക്കെട്ടാകട്ടെ, മരടിലെ ആകട്ടെ, ഇതൊക്കെ അപ്പുറത്തേക്ക് വരാപ്പുഴയിൽ തന്നെ ഒരു സ്ഫോടനശാലയെ, ഒരു പടക്ക നിർമ്മാണശാല ഉണ്ടായ അപകടവും അവിടുത്തെ മരണവും ഒക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. അവിടെയുണ്ടായ നാശനഷ്ടങ്ങൾ, അവർക്കിപ്പോഴും നഷ്ടപരിഹാരം നൽകിയില്ല എന്ന അടക്കമുള്ള വാർത്തകൾ നമ്മൾ നൽകിയതാണ്. ഇതിനിടയിലാണ് വീണ്ടും ഇത്തരത്തിലുള്ള അപകടങ്ങൾ ആവർത്തിക്കുന്നത്. എന്തായാലും ഒരാളുടെ ജീവൻ നഷ്ടമായിട്ടുണ്ട്. വലിയൊരു ആഘാതം. ആ രീതിയിൽ നോക്കുമ്പോൾ വീടുകൾക്ക് നാശനഷ്ടം എന്നത് മാത്രം നോക്കിയാൽ നമുക്ക് ചെറിയൊരു ആശ്വാസം നൽകുന്നുണ്ട്. വലിയ രീതിയിലുള്ള അപകടങ്ങളോ മരണങ്ങളോ ഒന്നും റിപ്പോർട്ട് ചെയ്യാത്തത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ആശ്വാസം. പക്ഷേ വീടുകൾക്കുണ്ടായ കേടുപാടുകൾ അത് വലിയ വിവരങ്ങൾ നൽകിയത്. നവമി പങ്കുവച്ചതുപോലെ നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ട രീതിയിലുള്ള നഷ്ടപരിഹാരം കൊടുക്കുക, ഇത്തരം പടക്കങ്ങളൊക്കെ, സ്ഫോടക വസ്തുക്കൾ സൂക്ഷിക്കുമ്പോൾ കൃത്യമായ നിയമങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് അധികൃതർ ഉറപ്പുവരുത്തുകയും ചെയ്യണം. സ്പോട്ട് ലൈവിന് പോകുന്നത് വയനാട്ടിലേക്കാണ്. വയനാട് മാനന്തവാടി പയ്യമ്പള്ളിയിൽ മധ്യവയസ്കനെ കൊലപ്പെടുത്തിയ കാട്ടാന ബേലൂർ മഗ്നയെ പിടികൂടാനുള്ള ദൗത്യം തുടരുന്നു. മണ്ണുണ്ടി മേഖലയിൽ ആനയുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ദൗത്യ സംഘം കാട്ടിൽ പരിശോധന തുടരുകയാണ്. ആന വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്നത് ദൗത്യ സംഘത്തിന് പ്രതികൂലമാകുന്നുണ്ട്. സാഹചര്യം അനുകൂലമായാൽ മയക്കുവെടി വെക്കാനാണ് തീരുമാനം. വാർത്തയുടെ വിശദാംശങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, 2 ദിവസം കഴിഞ്ഞിട്ടും ആനയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും അവിടുത്തെ നാട്ടുകാർ ഭീതിയിലാണ്. മിഷൻ മഗ്നയ്ക്കുള്ള തടസ്സം എന്താണ്? ടോമു, ഒരുപക്ഷെ ഇതുവരെ വനംവകുപ്പ് നടത്തിയിട്ടുള്ള ഏറ്റവും ശ്രമകരമായ ദൗത്യത്തിലൊന്നാണ് ഇപ്പോൾ വയനാട്ടിലെ ഈ കാട്ടിൽ നടക്കുന്നത്. തോൽപ്പട്ടി പാത, മൈസൂർ മാനന്തവാടി പാതയിലെ തോൽപ്പട്ടി വനമേഖലയിൽപ്പെട്ട ഇടത്താണ് നമ്മൾ നിൽക്കുന്നത്. നമുക്ക് പുറകിൽ കാണാം വനംവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ തമ്പടിച്ച് അവർ ഈ ദൗത്യം പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന കാഴ്ച നമുക്ക് കാണാം. 100-ലധികം RRT അംഗങ്ങളാണ് ഇപ്പോൾ ഈ കാട്ടിനുള്ളിലേക്ക് രാവിലെ തന്നെ പോയിരിക്കുന്നത്. കുങ്കിയാനകൾ അടക്കമുള്ള സജ്ജീകരണങ്ങൾ കാട്ടിനുള്ളിലുണ്ട്. എങ്ങനെയും ആനയെ വെടിവെച്ച് പിടികൂടി നാട്ടിലേക്ക് എത്തിക്കുക എന്നതാണ്, അതിനുശേഷം മുത്തങ്ങയിലേക്ക് ഇത് അയക്കുക എന്നതാണ്. ആ ഒരൊറ്റ ലക്ഷ്യത്തോടുകൂടി മാത്രമാണ് ഇവർ പ്രവർത്തിക്കുന്നത്. വലിയ പ്രതിബന്ധങ്ങൾ ഈ ആനയെ പിടിക്കാൻ പോകുമ്പോൾ ഉണ്ടാവുന്നു എന്നാണ് വനംവകുപ്പ് പറയുന്നത്. ഇന്നലെ 3 വട്ടം മയക്കൊടി വെച്ചെങ്കിലും ആനയ്ക്ക് വെടികൊള്ളാത്ത ഒരു സാഹചര്യം. വളരെ പെട്ടെന്ന് ചീറിപ്പാഞ്ഞ് പോകുന്ന തരത്തിലാണ് ആനയുടെ ഒരു രീതി. അതുകൊണ്ട് ദൗത്യസംഘം ഈ ആനയെ ട്രാക്ക് ചെയ്ത് ആനയിലേക്ക് എത്തിപ്പെടുമ്പോൾ വളരെ പെട്ടെന്ന് ഈ RRT ടീം അവിടേക്ക് എത്തും. ആ സമയത്ത് അവിടുന്ന് വളരെ പെട്ടെന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കാഴ്ചയാണ്. പാറക്കെട്ടുകൾക്ക് ഇടയിലും ഒപ്പം ഈ പൊന്തക്കാടുകൾക്കുമൊക്കെ മറഞ്ഞിരിക്കുന്ന ഒരു രീതിയുമുണ്ട്. ഒപ്പം ഈ ആന വേട്ടയ്ക്കായി പോകുമ്പോൾ മറ്റ് നിരവധി ആനക്കൂട്ടങ്ങൾ കാട്ടിലുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് ഒരു ആനയെ കണ്ടെത്തി അതിന് കോളർ ID ഉണ്ടോ എന്നൊക്കെ തിരിച്ചറിഞ്ഞ് വേണം ഈ ദൗത്യത്തിലേക്ക് പോകാൻ. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും ദുഷ്കരമാവുന്നത്. ഒപ്പം ഇതിനൊപ്പമുള്ള വന്യജീവികളും ഉണ്ട്. കടുവ പോലുള്ള വന്യമൃഗങ്ങളുടെ മുൻപിൽ പോലും ഈ ട്രാക്കിംഗ് സംഘം അകപ്പെട്ട വിവരങ്ങളും കാട്ടിൽ നിന്നും പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് അങ്ങേയറ്റം ദുഷ്കരമായൊരു ദൗത്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, ഈ ആന ശരവേഗത്തിൽ കാട്ടിലൂടെ പായുന്നു. മറ്റൊന്ന്, ഈ മറ്റ് ആനകളുടെ സാന്നിധ്യം, മറ്റ് വന്യജീവികളുടെ സാന്നിധ്യം. ആദ്യം ട്രാക്കിംഗ് സംഘമാണ് ഈ ആനയെ കണ്ടെത്താനായി പോകുന്നത്. ആ ട്രാക്കിംഗ് സംഘം ഒരു സ്ഥലത്ത് ആനയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ ശേഷം
അവിടെ നിന്നും വിവരം നൽകുന്ന മുറയ്ക്ക് RRT സംഘങ്ങളും കുങ്കിയാനകളും അവിടേക്ക് പോകും. ഇത്തരത്തിൽ ഒരു തവണ ഏതാണ്ട് അടുത്ത് 100 മീറ്റർ 200 മീറ്റർ അടുത്ത് ഈ ദൗത്യസംഘം എത്തിയതാണ്. പക്ഷേ അത് തികച്ചും ഒരു മഡ്ഡി ഏരിയ എന്നാണ്. അവർ ഈ മണ്ണ് വീണ ഒരു ചതുപ്പ് പോലുള്ള ഒരു പ്രദേശമാണ്. അവിടെ ഒട്ടും ഈ ദൗത്യത്തിന് യോജ്യമല്ലാത്ത ഒരു ഇടമായിരുന്നു. അതുകൊണ്ട് ആ സമയം ഇവർക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അവിടെ നിന്ന് വീണ്ടും ആന വളരെ വേഗം മറ്റൊരിടത്തേക്ക് സ്ഥാനം മാറി. പിന്നാലെ ട്രാക്കിംഗ് സംഘവും അങ്ങനെ രാവിലെ മുതൽ ഈ കാട് അരിച്ചു പെറുക്കിയുള്ള ഓപ്പറേഷനാണ്, ഒരു ദൗത്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങേയറ്റം ദുഷ്കരമായ ഒരു ദൗത്യം. ഈ ജില്ലയിലും സമീപ പ്രദേശങ്ങളിലുമൊക്കെയുള്ള RRT സംഘങ്ങളും ഫോറസ്റ്റിന്റെ ഉന്നത ഉദ്യോഗസ്ഥരുമൊക്കെ ഇപ്പോൾ ഇവിടെ തമ്പടിച്ച് കാര്യങ്ങൾ ഏകോപിപ്പിക്കുകയാണ്. DFOയും വൈൽഡ് ലൈഫ് വാർഡനടക്കമുള്ള ആളുകൾ പൂർണ്ണ സമയം ഇവിടെ തമ്പടിച്ചാണ് ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ ഇടങ്ങളിൽ നിന്നായി ആളുകൾ വീണ്ടും ഉദ്യോഗസ്ഥർ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ട്. എന്തായാലും ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ആനയെ വെടിവെച്ച് പിടികൂടുക എന്ന ഒരു തീരുമാനത്തിലാണ് എത്തിയിരിക്കുന്നത്. പക്ഷേ അത് എത്രമാത്രം വിജയകരമാവും എന്ന കാര്യത്തിൽ നമുക്കിപ്പോഴും കൃത്യമായി ഉത്തരം പറയാനാവില്ല. ഒരുപക്ഷെ നാളത്തേക്ക് കൂടി ഈ ദൗത്യം നീളാനുള്ള സാഹചര്യങ്ങളും ഇപ്പോഴും ഈ ആനയെ കഴിഞ്ഞ 2 ദിവസത്തിലധികമായി പിടികൂടാൻ കഴിയാത്തതിന്റെ പ്രതിഷേധം നാട്ടുകാർക്കുണ്ട്. വലിയ രീതിയിലുള്ള അമർഷമൊക്കെ ഇന്നലെ പലരുടെയും വാക്കുകളിൽ നിന്നും പുറത്തു വന്നതാണ്. അവിടുത്തെ കർഷകരും നാട്ടുകാരും പ്രതിഷേധ സ്വരം ഉയർത്തിയിരുന്നു. ഈ അജീഷിന്റെ മരണവിവരം അറിഞ്ഞ് അവിടെ വലിയ പ്രതിഷേധമൊക്കെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അരങ്ങേറിയത്. ഇപ്പോഴും അത്തരം പ്രതിഷേധങ്ങൾ നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ഉയരുന്നുണ്ടോ? പ്രതിഷേധം വിവിധയിടങ്ങളിലായി ഉയരുന്നു. ഇന്നലെ വലിയ പ്രതിഷേധം ഉയരുന്നു. കാരണം ഇന്നലെ വൈകുന്നേരം ഈ ദൗത്യം സംഘം ഡാർട്ടിംഗ് ടീം, അതായത് വെടിവെക്കുന്നതിനുള്ള ടീം കാട്ടിൽ നിന്നും പുറത്തേക്ക് മടങ്ങുന്നതിനിടെയാണ് മണ്ണുണ്ടിയിൽ നാട്ടുകാർ ഈ ദൗത്യ സംഘത്തെ തടഞ്ഞു വെക്കുകയും ഏതാണ്ട് 2-3 മണിക്കൂറോളം വലിയ ഒരു സംഘർഷത്തിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിരുന്നു. അതാണ് അത്രയധികം നാട്ടുകാർ അസ്വസ്ഥരാണ്. കാരണം ഈ വനമേഖലയിൽ ഈ ചെമ്പകപ്പാറ മണ്ണുന്തി ഭാഗത്താണ് ഈ ആന തമ്പടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഏത് നിമിഷവും ജനവാസ മേഖലകളിലേക്ക് ഒരുപക്ഷെ ആന ഇറങ്ങുന്നതിനുള്ള സാധ്യതകൾ തള്ളിക്കളയാനും കഴിയില്ല. അതാണ് ജനങ്ങളെ ആശങ്കയിലാക്കുന്നത്. എന്തായാലും ഇന്നലെ രാത്രി ഈ മേഖലയിൽ ഒന്നടങ്കം പട്രോളിംഗ് നടത്തുന്നതിനായി പോലീസ്, ഫയർഫോഴ്സ് സംഘങ്ങൾ, ഫോറസ്റ്റ് സംഘങ്ങളെ നിയോഗിച്ചിരുന്നു. അവർ കൃത്യമായ പട്രോളിംഗ് നടത്തി. അതിനുശേഷം രാവിലെ 8 മണിയോട് തന്നെ ഈ വെടിവെക്കുന്നതിനുള്ള സംഘം കാട്ടിനുള്ളിലേക്ക് പോയി. വിവിധയിടങ്ങളിൽ നിന്നായുള്ള RRT സംഘങ്ങളും കാട്ടിനുള്ളിലേക്ക് പോയി. കുങ്കിയാനകളെയും കാട്ടിനുള്ളിലേക്ക് എത്തിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു അക്ഷരാർത്ഥത്തിൽ ഒരു യുദ്ധ സമാനമായ സാഹചര്യമാണ് ഇപ്പോൾ ഈ വനത്തിനുള്ളിൽ ഉള്ളത്. ആ ഒരു രീതിയിലാണ് അവരുടെ പ്രവർത്തനങ്ങൾ. ഒരിക്കലും ഈ ദൗത്യ സംഘത്തിന്റെ ഒരു അവരുടെ ഒരു ആർജവത്തെക്കുറിച്ച് ആർക്കും ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് തന്നെയാണ് ഫോറസ്റ്റ് വകുപ്പ് പറയുന്നത്. കാരണം ഈ അടുത്തിടെ എല്ലാ മിഷനുകളും വിജയകരമായി പൂർത്തിയാക്കിയ സംഘമാണ്. പലയിടങ്ങളിൽ, വയനാട്ടിൽ തന്നെ പലയിടങ്ങളിൽ പുലി ഇറങ്ങുന്നു, ആന ഇറങ്ങുന്നു. അത്തരം പല വെല്ലുവിളികൾ, അരിക്കൊമ്പൻ മിഷൻ ഉണ്ടായിരുന്നു, ഒപ്പം തണ്ണീർക്കൊമ്പനെ പിടികൂടി മിഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ മിഷനുകളും വിജയകരമായി പൂർത്തിയാക്കിയ ഒരു ചരിത്രമുണ്ട് എന്ന് ഇവർ തന്നെ പറയുന്നു. പക്ഷേ ഇത് അല്പം കൂടി ബുദ്ധിമുട്ടേറിയ ഒരു ദൗത്യമാണ്. കാരണം കൊടുങ്കാട്ടിനുള്ളിലാണ് ഈ ദൗത്യം നടക്കുന്നത്. വെടിവെച്ചു കഴിഞ്ഞാൽ ആനയെ പിന്നീട് ഈ സ്ഥലത്തേക്കാണ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ കുങ്കിയാനകൾ ഈ ആനയും കെട്ടി വലിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഉന്തിത്തള്ളി ഇവിടെ വരെ എത്തിക്കുക എന്നതും വലിയ ദുഷ്കരമായ ഒരു ദൗത്യമാണ്. ഇന്നലെ അതുകൊണ്ട് തന്നെ ആനയെ തുരത്തി കുങ്കിയാനകളുടെ സഹായത്തോടു കൂടി ഈ സ്ഥലത്ത് എത്തിക്കാനുള്ള ഒരു ചെമ്പകപ്പാറ മേഖലയിൽ സനീഷ് കുമാറിലേക്ക് തിരികെ എത്താം. ജിൻസ് കൂടി ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന്. ജിൻസ്, വലിയ പ്രതിസന്ധി വനംവകുപ്പിനെ സംബന്ധിച്ചുണ്ട്. വലിയ വെല്ലുവിളികളുണ്ട്. പ്രത്യേകിച്ചും ഉൾവനത്തിലേക്ക് ഈ കാട്ടാന പോയിരിക്കുന്നു. അതിനെ എത്തിക്കാൻ വേണ്ടിയുള്ള, തിരികെ ഈ പ്രദേശത്തേക്ക് എത്തിക്കുക എന്നത് ദുഷ്കരമായിട്ടുള്ള കാര്യമാണ്. അതായത് മയക്കുവെടി വെച്ച് പിടികൂടുക, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പ്ലാൻ ബി വനംവകുപ്പിന്റെ ഭാഗത്തുണ്ടോ? നിലവിൽ ഈ അജീഷിനെ കൊലപ്പെടുത്തിയ ഈ ആനയെ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ഊർജിത നീക്കം തന്നെയാണ് വനപാലകർ നടത്തുന്നത്. 200ഓളം അംഗ ദൗത്യസേനയാണ് ഇതിനായി നിയോഗിച്ചിട്ടുള്ളത്. ഇന്ന് അതിരാവിലെ തന്നെ ഇതിനെ പിടികൂടാനുള്ള ദൗത്യം തുടങ്ങിയിരുന്നു. നേരത്തെ നമ്മൾ കണ്ടതാണ് ഈ ആനയെ പൂർണ്ണമായും വനംവകുപ്പ് വളഞ്ഞിരുന്നു. ഇന്നലെ കണ്ട അതേ സ്ഥലത്ത് തന്നെയായിരുന്നു ഈ ആന രാവിലെ ലൊക്കേറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ സാഹചര്യം
സന്ദർഭവും ഒത്തു വന്നാൽ ഇതിനെ ഇവിടെ വെച്ച് തന്നെ മയക്കുവെടി വെക്കാനുള്ള ഒരു നീക്കമാണ് നിലവിൽ നടത്തുന്നത്. ഈ ആനയെ ലൊക്കേറ്റ് ചെയ്യുന്നതിനടക്കം ഈ ദൗത്യ സംഘം 10 ടീമുകളായി തിരിഞ്ഞുകൊണ്ടായിരുന്നു ഈ മേഖലയിലെല്ലാം തന്നെ നിരീക്ഷണം നടത്തിയത്. അതിനിടെ ഈ മണ്ണുണ്ടി ഭാഗത്തേക്ക് ആന എത്തി എന്നറിഞ്ഞ മുതൽ തന്നെ ഈ മയക്കുവെടി വെക്കാനുള്ള വെറ്റിനറി ഡോക്ടറുടെ നേതൃത്വത്തിലുള്ള സന്നാഹവും സജ്ജമായിരിക്കുകയാണ്. ഈ ദൗത്യത്തിൽ 4 കുങ്കിയാനകളെയും എത്തിച്ചിട്ടുണ്ട്. ആനകളും സജ്ജമാണ്. ഈ തെരച്ചിലിനോടൊപ്പം തന്നെ ഈ കുങ്കിയാനയുടെ സംഘവും ഇവിടെയുണ്ട്. എന്തായാലും തൊട്ടടുത്ത് തന്നെ അടുത്ത മണിക്കൂറുകൾ തന്നെ ഇതിനെ മയക്കുവെടി വെക്കാനുള്ള നീക്കം നടക്കും. ഇന്നലെ നമ്മൾ കണ്ടതാണ്. നേരം ഇരുട്ട് ആയതോടുകൂടെ പിന്നെ ദൗത്യം അവസാനിപ്പിക്കേണ്ടി വന്നു. അതിനുശേഷം വീണ്ടും ഇത് വനത്തിലേക്ക് പോവുകയും പിന്നീട് തിരിച്ചു വരികയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. എന്തായാലും ഇന്ന് തന്നെ ഇതിനെ ഈ ആനയെ ലൊക്കേറ്റ് ചെയ്തുകൊണ്ട് ഇവിടെ തന്നെ മയക്കുവെടി വെച്ചുകൊണ്ട് പിടികൂടാനുള്ള ഒരു നീക്കമാണ് നടക്കുന്നത്. ഈ കോഴിക്കോട് അതുപോലെ തന്നെ മണ്ണാർക്കാട് RRT വിഭാഗത്തിൽ നിന്നുള്ള 200ഓളം ജീവനക്കാരെയാണ് ഈ ദൗത്യത്തിൽ പങ്കെടുപ്പിക്കുന്നത്. എന്തായാലും ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അനുകൂലമായ സാഹചര്യം ലഭിച്ചു കഴിഞ്ഞാൽ തന്നെ ആനയെ ഉടൻ വെടിവെക്കാനുള്ള ദൗത്യം തന്നെയാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധവും നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ യുവജന സംഘടനകളുടെയും അതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധവും രാവിലെ മുതലുണ്ട്. ഇന്നലെ മുതലേ പ്രതിഷേധമുണ്ടായിരുന്നു. ഇന്ന് രാവിലെയും വിവിധ രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം വനംവകുപ്പിനെതിരെ നീക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. എന്തായാലും ഈ ആനയെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പിടികൂടാനുള്ള ഒരു നീക്കമാണ് നിലവിൽ നടക്കുന്നത്. ടോം, വ്യക്തമാണ്. ജിൻസും MS അനീഷ് കുമാറുമാണ് വിവരങ്ങൾ നൽകിയത്. വയനാട് മാനന്തവാടി പയ്യമ്പള്ളിയിൽ 47കാരനെ കൊലപ്പെടുത്തിയ കാട്ടാന ബേലൂർ മഗ്നയെ പിടികൂടാനുള്ള ദൗത്യം തുടരുകയാണ്. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം, ഇടവേള കഴിഞ്ഞ്. സ്പോട്ട് ലൈവിലേക്ക് വീണ്ടും. കൊച്ചി കലൂരിലെ ബാറിലുണ്ടായ വെടിവെപ്പാണ് സ്പോട്ട് ലൈവിന് പരിശോധിക്കുന്നത്. വെടിവെപ്പിൽ 2 ജീവനക്കാർക്ക് വെടിയേറ്റു. വെടിവെച്ച സംഘം ബാർ മാനേജരെയും മർദ്ദിച്ചു. തുടർന്ന് അക്രമികൾ കാറിൽ രക്ഷപ്പെടുകയായിരുന്നു. കാർ പിന്നീട് മൂവാറ്റുപുഴ മുടവൂരിൽ നിന്നും കണ്ടെത്തി. ഫോറൻസിക് സംഘം വെടിവെപ്പുണ്ടായ ബാറിൽ പരിശോധന നടത്തി. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട്. ഡാനി, കഴിഞ്ഞ രാത്രിയിലുണ്ടായ വെടിവെപ്പ് സംഭവം നടന്ന് 12 മണിക്കൂർ കഴിഞ്ഞിട്ടും ഈ പ്രതികളെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല, അവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. ആസൂത്രിതമായിട്ടുള്ള ഒരു ആക്രമണമായിരുന്നു ഇത്? ടോം, കഴിഞ്ഞ ദിവസം രാത്രി ഏതാണ്ട് 11:30യോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. ഇവിടെ കത്രിക്കടവ പരിസരത്തുള്ള ബാറിലാണ് ഈ സംഭവം നടക്കുന്നത്. ഇവിടെ എത്തിയ ആളുകൾ അവിടെ സർവ് ചെയ്യുന്നവരും മദ്യം വിളമ്പുന്നവരുമായുണ്ടായ ഒരു തർക്കമാണ് ഈ ഒരു വിഷയത്തിലേക്കെല്ലാം എത്തിച്ചത്. അതൊരു ആസൂത്രിതം എന്ന് പറയാവുന്ന രീതിയിലല്ല, വളരെ ഇതായിട്ട് സംഭവിച്ചു പോയതാണ് എന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. ഇത്തരം സംഘങ്ങൾ, ഈ ഒരു ഗുണ്ടാ സംഘങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം തന്നെ ഈ മേഖല കേന്ദ്രീകരിക്കുകയും ഈ ഒരു സ്ഥലം, ഈ ബാർ തന്നെയും പലപ്പോഴും ഈ രീതിയിലുള്ളൊരു കയ്യേറ്റങ്ങൾക്ക് മുൻപും അവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന വിവരം പോലീസിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. നേരത്തെയും നോർത്ത് പോലീസിൽ ഇത് സംബന്ധിയായ പരാതികളും ഇതിനു മുൻപ് ലഭിച്ചിട്ടുള്ള കാര്യവുമുണ്ട്. പക്ഷേ ഇപ്പോഴുണ്ടായിരിക്കുന്ന സംഭവം ഒട്ടും ആസൂത്രിതം എന്ന് കരുതുന്നില്ല, പോലീസ് കരുതുന്നില്ല. അവിടെ സംഭവിച്ചു പോയതാണ്. ഈ വാക്ക് തർക്കത്തിനൊടുവിൽ ഇത് സംഭവിക്കുകയായിരുന്നു. ഇന്നലെ മദ്യം വിളമ്പുന്നതിനെ ചൊല്ലിയുണ്ടായ തർക്കം, 2 വെയിറ്റേഴ്സ് അവരുമായിട്ടുണ്ടായ തർക്കം, ജീവനക്കാരുമായുണ്ടായ തർക്കം, സുബിനും അഖിൽ എന്ന് പറയുന്ന 2 ജീവനക്കാരുമായിട്ടാണ് ഈ സംഘം ആദ്യം തർക്കത്തിലേർപ്പെടുന്നത്. ഈ 4 സംഘം അകത്തേക്ക് വരികയും മദ്യപാനം തുടരുകയും എല്ലാം ചെയ്തു. പിന്നീട് ഈ മദ്യം വിളമ്പുന്നതുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളും കാര്യങ്ങളുമാണ് 2 പേരെയും തന്നെ പ്രകോപിക്കുന്നത്. തുടർന്ന് തർക്കമാകുന്നു. ഇതിനിടയിൽ മാനേജർ ജിതിൻ ഈ വിഷയത്തിൽ ഇടപെടുകയും ചെയ്യുന്നു. ഈ ജീവനക്കാരുമായുണ്ടായ തർക്കവും അതൊരു കയ്യേറ്റത്തിലേക്ക് പോകുന്ന ഘട്ടത്തിലാണ് മാനേജർ ഇടപെടുന്നത്. തുടർന്ന് മാനേജർക്കും ഇവരുടെ കയ്യിൽ നിന്ന് മർദ്ദനമേൽക്കേണ്ടി വന്നു. തർക്കം ഈ ബാറിന് വെളിയിലേക്ക് വരുന്നു, റോഡിലേക്ക് വരുന്നു. ഇവിടെ വെച്ചാണ് ഈ പുറത്ത് വെച്ചാണ് ഇയാൾ തോക്ക് കയ്യിലെടുക്കുന്നത്. ഇതൊരു എയർ പിസ്റ്റളാണ് എന്നാണ് പോലീസ് പറയുന്നത്. ഇതിൽ നിന്ന് വെടിയുതിർക്കുകയും ഈ സുബിൻ്റെ വയറ്റിൽ വെടിയേൽക്കുകയും ചെയ്യുന്നു. അഖിലിൻ്റെ കാലിലാണ് വെടിയേറ്റത്. ഈ സംഭവം വലിയ രീതിയിലേക്ക് മാറുന്നു എന്നത് കണ്ടതാണ് പിന്നീട് പോലീസ് എത്തുകയും എല്ലാം തന്നെ ചെയ്തു. അപ്പോഴേക്കും ഇവർ കടന്നു കളയുകയും ഈ 4 സംഘം കടന്നു കളഞ്ഞു. ജീവനക്കാരെ ആശുപത്രിയിലേക്ക് മാറ്റി. ഈ സുബിനെ ശസ്ത്രക്രിയക്ക് വിധേയമാക്കിയിട്ടുണ്ട്. വയറ്റിലെ വെടിയുണ്ട കയറിയ സാഹചര്യത്തിലാണ് അടിയന്തരമായിട്ട് തന്നെ ശസ്ത്രക്രിയക്ക് വിധേയമാക്കുകയും ചെയ്തു.
പോലീസ് ഇപ്പോൾ പറയുന്നത് ഇത് സംബന്ധിയായ അന്വേഷണങ്ങൾ നടത്തുന്നു. ഈ കാറ് വാടകയ്ക്കെടുത്താണ് ഇവർ ഇവിടേക്ക് എത്തിയതെന്നാണ്. ഈ കാർ ഉടമയുടെ വിലാസവും കാര്യങ്ങളും എല്ലാം തന്നെ പോലീസ് ട്രാക്ക് ചെയ്തു. പിന്നീട് ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തി. അപ്പോൾ ഈ കാർ ഉടമസ്ഥൻ തന്നെ നേരത്തെ തന്നെ ഈ കാർ വിറ്റതാണ്, മറ്റൊരാൾക്ക് തന്നെ വിറ്റതാണ് എന്നാണ് പറയുന്നത്. ഇവർ ഇത് റെൻ്റ് കാർ എന്ന സംവിധാനത്തിൽ അല്ലെങ്കിൽ കാർ വാടകയ്ക്ക് കൊടുക്കുന്ന രീതിയിൽ ഇവർക്ക് മറ്റൊരു സ്ഥാപനത്തിൽ ഏൽപ്പിക്കും. അവിടെ നിന്നാണ് ഇവർ ഈ കാറ് ഏറ്റെടുക്കുകയും എല്ലാം തന്നെ ചെയ്യുന്നത്. കാറ് പിന്നീട് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. പക്ഷേ ഈ 4 സംഘത്തെക്കുറിച്ച് കാര്യമായ രീതിയിലേക്ക് പോലീസിന് വിവരം ലഭിച്ചിട്ടുള്ള CCTV ഫുട്ടേജസ് അടക്കം പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ക്രിമിനൽ പശ്ചാത്തലമുള്ള ഇവരാണോ എന്ന കാര്യത്തിൽ പോലീസിന് സംശയമുണ്ട്. അത് സംബന്ധിയായ കാര്യങ്ങളിൽ പോലീസ് അന്വേഷണം തുടരുകയാണ്. എന്തായാലും ഈ സ്ഥലത്ത് നേരത്തെയും പരാതികൾ വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പോലീസ് സൂചനകളുണ്ടോ ഡാനി, ഈ പ്രതികളെ കുറിച്ച്, അക്രമികളെ കുറിച്ച് എന്തെങ്കിലും സൂചനകളുണ്ടോ? ഇവരുടെ ഒരു ക്രിമിനൽ പശ്ചാത്തലം സംബന്ധിച്ച് ഏതെങ്കിലും ഗുണ്ടാ സംഘങ്ങളാണോ? അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ ഈ പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ടോ? ടോം, ഇതുവരെയും പോലീസ് അത്തരമൊരു വ്യക്തമായ സൂചനകൾ സംബന്ധിച്ച് പോലീസിനൊരു വിവരം നൽകിയിട്ടില്ല എന്നതാണ്. കാരണം ഇത് സംബന്ധിച്ച് പോലീസ് പറയുന്ന അവരെ കൃത്യമായി ട്രാക്ക് ചെയ്യാൻ പോലീസിനെ കഴിഞ്ഞിട്ടുണ്ട് എന്ന വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. ഈ അക്രമി സംഘബന്ധത്തെക്കുറിച്ച് പോലീസിന് സൂചന ഉണ്ടെങ്കിൽ അതെന്ത് എന്നത് സംബന്ധിച്ച് പോലീസ് മാധ്യമങ്ങൾക്കോ മറ്റോ പുറത്തേക്ക് വന്ന് വിശദാംശങ്ങൾ നൽകിയിട്ടില്ല. പക്ഷേ ഈ ഗുണ്ടാ സംഘങ്ങൾ ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ തന്നെയാണ് എന്നാണ് പോലീസ് നൽകുന്ന ചില സൂചനകൾ ഉള്ളത്. അത്തരം ആളുകൾ സംബന്ധിച്ച കൃത്യമായ വിവരങ്ങളിലേക്ക് പോലീസ്, നിഗമനങ്ങളിലേക്ക്, അനുമാനങ്ങളിലേക്കെല്ലാം പോലീസ് എത്തിച്ചേർന്നിട്ടുണ്ട്. കൂടുതൽ അന്വേഷണങ്ങൾ സംബന്ധിച്ച് നടക്കുകയും ചെയ്യുന്നുണ്ട്. പ്രതികളിലേക്ക് വൈകാതെ എത്തിച്ചേരാൻ കഴിയും, ഇവരെ പിടികൂടാനായിട്ട് സാധിക്കുമെന്നത് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇപ്പോൾ മണിക്കൂറുകൾ കഴിഞ്ഞെങ്കിൽ പോലും ആരും തന്നെ പോലീസിൻ്റെ ഒരു കസ്റ്റഡിയിലേക്ക് വന്നതായിട്ട് നമുക്ക് അറിയാൻ സാധിക്കുന്നില്ല. പക്ഷേ ഇവരെക്കുറിച്ച് വളരെ വ്യക്തമായ രീതിയിൽ തന്നെ ഈ വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്ന് അറിയാനായിട്ട് കഴിയുന്നുണ്ട്. വൈകാതെ തന്നെ ഇവരെ കസ്റ്റഡിയിലെടുക്കാനായിട്ട് സാധിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ ഇങ്ങനെയുണ്ടായൊരു സംഭവം കൊച്ചിയിൽ ഈ പൊതുനിരത്തിൽ തന്നെ തോക്കെടുക്കുന്ന ഒരു കാര്യങ്ങൾ ഇതെല്ലാം തന്നെ ഞെട്ടിച്ചിട്ടുണ്ട്. അടുത്തയിടെയായിട്ട് ഗുണ്ടാ സംഘങ്ങളെ പോലീസ് അമർച്ച ചെയ്യുന്നു എന്നെല്ലാം തന്നെ ആത്മവിശ്വാസം കാരണം വേറെ ആശങ്കപ്പെടുന്ന കാര്യം, കാരണം മലയാളികൾ കഴിഞ്ഞ 5 വർഷം മുമ്പെടുത്ത് നോക്കിയാൽ ഇത്തരമൊരു സംസ്കാരം കേരളത്തിൽ ഇല്ലാത്തതാണ്. പക്ഷേ ഈ സമീപകാലത്ത് ഇതുപോലുള്ള വാർത്തകൾ പലയിടങ്ങളിലും കേൾക്കുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ചയാണ് പാലക്കാട്ടെ ഒരു ബാറിൽ വെടിവെപ്പ് ഉണ്ടാകുന്നത്. കഴിഞ്ഞ വർഷമാണ് കൊച്ചിയിൽ വൈറ്റിലൊരു ബാറിൽ വെടിവെപ്പ് ഉണ്ടാകുന്നത്. മാത്രമല്ല ഡാനിയൽ, നമ്മൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വാർത്തയാണ് കോതമംഗലത്ത് ഒരു ദന്തൽ കോളേജ് വിദ്യാർത്ഥിനിയെയും ആൺസുഹൃത്ത് വെടിവെച്ച് കൊലപ്പെടുത്തിയത്. മാനസ എന്ന പെൺകുട്ടിയെ കൊലപ്പെടുത്തിയ വാർത്തയും ഈ കാഞ്ഞിരപ്പള്ളിയിൽ ഒരു സഹോദരനെ വസ്തുതർക്കത്തിൻ്റെ പേരിലൊക്കെ വെടിവെച്ച് കൊലപ്പെടുത്തിയ സംഭവങ്ങളൊക്കെ. സാധാരണ ഇത്തരം ഈ വെടിവെപ്പുള്ള അല്ലെങ്കിൽ തോക്കെടുക്കുന്ന ഒരു സംസ്കാരമൊക്കെ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ കേരളത്തിലും ഇതുപോലുള്ള ഈ തോക്കെടുക്കുന്ന സംസ്കാരത്തിലേക്ക്, ആ പകവീട്ടലിലേക്കൊക്കെ മലയാളികൾ മാറുന്നതിൻ്റെ ഒരു സൂചന കൂടിയാണ് ഈ സംഭവങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത്, അല്ലേ? ടോം, അങ്ങനെ കരുതേണ്ടി വരുന്നു. കാരണം ഒരു അടുത്ത സ്റ്റേജ് എന്ന രീതിയിലേക്ക് പലപ്പോഴും ഇതിനെ കാണും. കാരണം നേരത്തെ അല്പം മുമ്പ് സംസാരിക്കുമ്പോൾ പോലും ഈ വടിവാൾ എന്ന രീതിയിൽ ഗുണ്ടാ സംഘങ്ങൾ വലിയ ആയുധം, അത് അവരുടെ ഒരു ഉപയോഗം എന്ന രീതിയിലേക്ക് തന്നെ മാറുന്നു. നമ്മൾ അടുത്തിടെയെല്ലാം കുറേ നാൾ മുമ്പ് തന്നെ എല്ലാം തന്നെ പത്രങ്ങളിൽ പതിവായിട്ട് വായിച്ചിരുന്നത് അല്ലെങ്കിൽ വാർത്തകളിലേക്കെല്ലാം തന്നെ വരുന്നതെല്ലാം വടിവാൾ എടുത്ത് വീശി ഗുണ്ടാ സംഘങ്ങളുടെ ആക്രമണം അല്ലെങ്കിൽ അതുപോലത്തുള്ള കാര്യങ്ങളെല്ലാമായിരുന്നു. പക്ഷേ അത്തരം തലക്കെട്ടുകളുടെ അടക്കം സ്ഥാനം കഴിഞ്ഞിരുന്നു. ഇപ്പോൾ തോക്ക് കൊണ്ടു നടക്കുന്ന അല്ലെങ്കിൽ ഇതുപോലെ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന രീതിയിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ മാറുകയാണ്. പലയിടത്തും അത് എയർ പിസ്റ്റൾ അടക്കമുള്ള കാര്യങ്ങൾ തന്നെയാണ് എങ്കിൽ കൂടിയും അത് ഒരു ഞെട്ടിപ്പിക്കാൻ കഴിയുന്ന, ആദ്യഘട്ടത്തിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയുന്ന രീതിയിലേക്ക് ഈ തോക്കുകളുടെ ഘടനയും കാര്യങ്ങളും എല്ലാം തന്നെ മാറിയിട്ടുണ്ട്. എയർ പിസ്റ്റളാണോ എന്നതെല്ലാം തന്നെ രണ്ടാമതേ വരുന്നുള്ളൂ. പക്ഷേ ഇതെല്ലാം വളരെ ലൈസൻസ് ഇല്ലാതെ കൊണ്ടു നടക്കാൻ കഴിയുന്ന തോക്കുകൾ വളരെയധികം അതിന് ആവശ്യക്കാർ കൂടി വരുന്നതെല്ലാം തന്നെ ഈ വിപണിയിലുള്ളവർ തന്നെ എല്ലാം പറയുന്നുണ്ട്. പലരും ഈ രീതിയിൽ തുടക്കത്തിൽ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കാൻ ഇതിൻ്റെ ഒരു അപ്പിയറൻസ് ഇതുകൊണ്ട് നടക്കുന്നതെല്ലാം തന്നെ കഴിയുന്നു എന്നതാണ്. പല ഗുണ്ടാ സംഘങ്ങളുടെയും അല്ലെങ്കിൽ ഈ രീതിയിൽ സഞ്ചരിക്കുന്ന പലരുടെയും പക്കൽ ഇത് വന്നിട്ടുണ്ട്. ഇത് ഉപയോഗിക്കുന്നുണ്ട്. വളരെ ക്ലോസ് റേഞ്ചിൽ ഇത് ഉപയോഗിക്കുന്നത് ഒരു പരിധിവരെയും വലിയ രീതിയിൽ അപകടം സൃഷ്ടിക്കുകയും എല്ലാം തന്നെ ചെയ്യും. ഇത് ഇപ്പോൾ
ഈ ഒരു സംഭവവും എല്ലാം അങ്ങനെ അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് തന്നെയാണ് പോലീസും കാണുന്നത്. ഈ രീതിയിൽ ഒരു വലിയ രീതിയിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് പല ഗുണ്ടാ സംഘങ്ങളും തോക്ക് കൊണ്ട് നടക്കുന്ന രീതിയിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ചിത്രം തന്നെയാണ് കൊച്ചിയിലുണ്ടായതും. ടോം സൂചിപ്പിച്ച പല സംഭവങ്ങളും ഇതിലേക്ക് തന്നെ വിരൽ ചൂണ്ടുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ തോക്ക് നിർമ്മിച്ച് നൽകുന്ന അവർ തന്നെയുണ്ട്. നാടൻ തോക്കുകളടക്കം അപകടകരമായ രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ഇതെല്ലാം തന്നെ ഇവർ പലപ്പോഴും കൊണ്ടു നടക്കുന്നവരെല്ലാം തന്നെ പതിവാകുന്നൊരവസ്ഥയിലേക്കെല്ലാം തന്നെ വരുന്നു. എന്തായാലും ഇത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. ടോം പറഞ്ഞ ഒരു കാര്യം, ഈ ഒരു ശൈലി മാറുന്നു, ശീലങ്ങൾ മാറുന്നു എന്നതെല്ലാം തന്നെയാണ്. ലൈസൻസ് ഇല്ലാതെയും കൊണ്ടു നടക്കാൻ കഴിയുന്ന ഇത്തരം തോക്കുകൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ചെറുതല്ല, അത് സൃഷ്ടിക്കുന്ന ഭീകരാന്തരീക്ഷം അതും ചെറുതല്ല. പോലീസ് ഗൗരവത്തോടുകൂടി ഇടപെടേണ്ട ഒരിടമായിട്ട് തന്നെ മാറുകയും ചെയ്യുന്നുണ്ട്. ടോം. യെസ്, വ്യക്തമാണ്. ഡാനി സൂചിപ്പിച്ചതുപോലെ ഒരു അപകടകരമാണ് ഒരു സൂചനയാണ് ഇതുപോലെ. കാരണം മുൻപൊക്കെ കൊച്ചി അടക്കമുള്ള നഗരങ്ങളിൽ വടിവാളുമായി നടക്കുന്ന കൊട്ടേഷൻ സംഘങ്ങളെയും ഗുണ്ടാ സംഘങ്ങളെയും കണ്ടിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു ശൈലി മാറുന്നു എന്ന ഒരു മുന്നറിയിപ്പ് കൂടിയാണത്. ശക്തമായ നടപടിയാണ് ഈ വിഷയത്തിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടത്. സ്പോട്ട് ലൈവിനെ പരിശോധിക്കുന്നത് ഖത്തറിൽ ജയിലിലായിരുന്ന ഇന്ത്യൻ നാവികരെ മോചിപ്പിച്ചൊരു സംഭവമാണ്, ഒരു കേസാണ്. 8 നാവികരിൽ 7 പേർ ഇന്ത്യയിൽ തിരിച്ചെത്തിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ചാരവൃത്തി ആരോപിച്ച് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരുന്ന മുൻ നാവികസേന ഉദ്യോഗസ്ഥരെയാണ് മോചിപ്പിച്ചത്. ഇതിലൊരു മലയാളി ഉണ്ടെന്നാണ് വിവരം. വാർത്തയുടെ വിശദാംശങ്ങളുമായി അശ്വിനി ചേരുന്നു. അശ്വിനി, കഴിഞ്ഞ കുറേ നാളുകളായി ഇന്ത്യയുടെ നയതന്ത്ര ഇടപെടലുണ്ടാകുന്നു. അതിനുശേഷം ഒടുവിൽ ഏറെ ആശ്വാസകരമായിട്ടുള്ള വാർത്ത, വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട 7 ഇന്ത്യൻ നാവികർ നമ്മുടെ നാട്ടിലേക്ക്, അവരുടെ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചെത്തുന്നു എന്നത് ഏറെ ആശ്വാസകരമായിട്ടുള്ള വാർത്തയാണ്, വിവരങ്ങളാണ്. അതിലൊരു തിരുവനന്തപുരം സ്വദേശി ഉണ്ടെന്നുള്ള വിവരവുമുണ്ട്. ഈ മോചിപ്പിച്ച ഖത്തറിൽ നിന്നും ജയിൽ മോചിതരായ ആളുകളെക്കുറിച്ചുള്ള പൂർണ്ണമായ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ടോം, അവരുടെ പേര് വിവരങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ഇന്ന് 8 പേരിൽ 7 പേര് മാത്രമാണ് വന്നത്. ഇതിൽ ഇന്ത്യയിലേക്ക് എത്താത്തത് ആരാണെന്നുള്ളത് അതിൽ മാത്രമാണ് ഒരു അവ്യക്തതയുള്ളത്. ക്യാപ്റ്റൻ നവ്ദീപ് സിംഗ് ഗിൽ, ക്യാപ്റ്റൻ സൗരവ് വശിഷ്ഠ്, അതുപോലെ തന്നെ കമാൻഡർ പൂർണേന്ദു തിവാരി, ക്യാപ്റ്റൻ ബീരേന്ദ്ര കുമാർ വർമ്മ, കമാൻഡർ സുഗുണാകർ പക്കല, കമാൻഡർ സഞ്ജീവ് ഗുപ്ത, കമാൻഡർ അമിത് നാഗ്പാൽ, സെയിലർ രാകേഷ് എന്നിവരാണ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ഖത്തറിൽ ജയിലിൽ കടന്നത്. ഏകദേശം 18 മാസത്തോളം അവർ ഖത്തറിലെ ജയിലിൽ കടന്നിരുന്നു. ഒക്ടോബർ 26, 2023 ഇവർക്ക് വധശിക്ഷ വിധിച്ചത്. ഇതേ തുടർന്ന് ശേഷം COP 28 ഉച്ചകോടി, അതായത് കാലാവസ്ഥ വ്യതിയാനം സംബന്ധിച്ചുള്ള ഉച്ചകോടി ദുബായിൽ ചേർന്നിരുന്നു. ഈ ഉച്ചകോടിക്കിടെ ഖത്തർ അമീറുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തുകയും ആ കൂടിക്കാഴ്ചയിൽ ഇത് സംബന്ധിച്ചിട്ടുള്ള, അതായത് നാവികരുടെ മോചനം സംബന്ധിച്ചിട്ടുള്ള വിഷയം ചർച്ചയാവുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് ഡിസംബർ അവസാനത്തോടുകൂടി ഇവരുടെ വധശിക്ഷ റദ്ദാക്കപ്പെടുന്നത്. ഇവരുടെ മോചനം എന്നുണ്ടാകും, അല്ലെങ്കിൽ ഇവരുടെ മറ്റ് ശിക്ഷകൾ, വേറെ ഏതെങ്കിലും തരത്തിൽ ജയിൽ ശിക്ഷ അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടോ എന്നുള്ളതൊക്കെ അവ്യക്തത തുടരുന്നതിനിടയിലാണ് നാവികരെ ഇന്ന് രാവിലെ ഡൽഹിയിലേക്ക് എത്തിച്ചത്. 7 പേരാണ് എത്തിയത്. ഇതിൽ രാകേഷ് എന്ന് പറയുന്ന സെയിലർ രാകേഷ് എന്ന് പറയുന്ന ആളാണ് കേരളത്തിൽ നിന്നുള്ള തിരുവനന്തപുരം സ്വദേശി. ഇവരുടെ പ്രതികരണങ്ങൾ ഇത്തരത്തിൽ ഇവർ പുറത്തു വന്നതിന് ശേഷം, വിമാനത്താവളത്തിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം പ്രതികരണങ്ങൾ അടക്കം നടത്തിയെങ്കിലും ഇതിനുശേഷം പിന്നൊരു വിവരങ്ങൾ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തുന്നതിൽ നിന്ന് അവരെ നാവികസേന വിലക്കിയിട്ടുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളുണ്ട് നമുക്ക്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ചാരവൃത്തി ആരോപണമാണ്. അതുപോലെ തന്നെ ഖത്തർ വിദേശ രാജ്യത്ത് ജയിലിൽ കിടന്നൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ളൊരു പ്രതികരണങ്ങൾ, നയതന്ത്ര ചാനൽ വഴിയുള്ള ഒരു മോചനം എന്നതിനാലും ഇതിൽ പ്രതികരണങ്ങൾ നടത്താൻ പാടില്ല എന്ന തരത്തിലുള്ളൊരു നിർദ്ദേശം അവർക്ക് നൽകിയിട്ടുണ്ട്, നാവികസേന നൽകിയിട്ടുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ടോം, ഇവരുടെ കുടുംബാംഗങ്ങളെ ബന്ധപ്പെടാൻ കഴിയുന്നുണ്ടോ അശ്വിനി? കാരണം നമുക്കറിയാം, അവർ കഴിഞ്ഞ 1.5 വർഷത്തിലധികമായി അവർ അനുഭവിക്കുന്ന മാനസിക പിരിമുറുക്കം നമുക്കറിയാം. പ്രത്യേകിച്ചും ഈ മലയാളി കുടുംബമടക്കം ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും ഈ മലയാളിയുടെ കുടുംബത്തിൻ്റെ അടക്കം പ്രതികരണങ്ങൾ തേടിയെങ്കിലും ഈ പറയുന്ന പോലെ ഈ നയതന്ത്ര പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവരുടെ ഒരു പൂർണ്ണമായും അവർ പ്രതികരിക്കാൻ കഴിയില്ല എന്നാണ് നേരത്തെ നമുക്ക് ലഭ്യമായ വിവരം. ഒരുപക്ഷെ ഈ മലയാളി നാവികൻ കേരളത്തിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നൊരു പ്രതികരണം തേടാനുള്ള എന്തെങ്കിലും സാധ്യതകളുണ്ടോ? എങ്ങനെയാണ് ഈ കേസിൽ പെട്ടത്?
അതിൻ്റെ നിയമ നടപടികൾ എങ്ങനെയായിരുന്നു തുടങ്ങിയ വിവരങ്ങൾ ഇപ്പോൾ ഇവർ ഇന്ത്യയിൽ തിരിച്ചെത്തിയ ശേഷം ആരുടെയെങ്കിലും ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടോ? ടോം ഇത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് വളരെ ദുരൂഹതയേറിയ ഒരു കേസാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു എന്തുകൊണ്ടാണ് ഇവർക്കെതിരെ ഇത്തരത്തിലൊരു ആരോപണം, അതായത് ഖത്തറിനെതിരെ എസ്പിയോണേജ് കേസ് അടക്കം ചാരവൃത്തി ആരോപണം, ഖത്തറിനെതിരെ ചാരവൃത്തി നടത്തുന്ന ആരോപണം അടക്കം ഇവർക്ക് നേരെ എങ്ങനെ ഉന്നയിക്കപ്പെട്ടു എന്നതിൽ ഇപ്പോഴും അവ്യക്തത തുടരുകയാണ്. ഈ പറഞ്ഞ നാവികർ ഇവർ നേരത്തെ ഇന്ത്യൻ നാവികസേനയിൽ ഉദ്യോഗസ്ഥരായിരുന്നു. അതിനുശേഷം വിരമിച്ച ശേഷമാണ് അവർ സ്വകാര്യ കമ്പനി ദോഹ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അൽ ദഹറ ഗ്ലോബൽ ടെക്നോളജീസ് എന്ന് പറഞ്ഞ കമ്പനിയിൽ പ്രവർത്തിച്ചു വന്നത്. ഈ കമ്പനി എന്ന് പറയുന്നത് ഖത്തറിന്റെ സൈനികം, അതായത് സായുധ സേനയ്ക്കും അതുപോലെ തന്നെ സുരക്ഷാ ഏജൻസികൾക്കും ഒക്കെ വേണ്ട സഹായങ്ങളും അവർക്ക് പരിശീലനവും മറ്റ് സേവനങ്ങളും ഒക്കെ നൽകിയിരുന്ന കമ്പനിയാണ്. ഇതിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവർ ഇസ്രായേലിന്, അതായത് ഇതിനു വേണ്ടി പ്രവർത്തിക്കവേ അവർ ഇസ്രായേലിന് വിവരങ്ങൾ ചോർത്തി നൽകി, ഖത്തറിന്റെ രഹസ്യ വിവരങ്ങൾ ചോർത്തി നൽകിയെന്നായിരുന്നു ഇവർക്ക് നേരെ ഉയർന്ന ആരോപണം. ഇതിന് ഈ ഒരു വാർത്ത ശ്രദ്ധ നേടുന്നത് ഒരു വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നതിന് കുറച്ച് നാൾ മുൻപ് മാത്രമാണ്. എന്നാൽ അതിനെക്കാട്ടിൽ മുൻപേ ഇവർക്ക് നമ്മുടെ രഹസ്യാന്വേഷണ ഏജൻസി റോയ്ക്കടക്കം ഇവർ ഇതിൽ ബന്ധമുണ്ടെന്നടക്കമുള്ള ആരോപണങ്ങളൊക്കെ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് 2023 ഏപ്രിലിൽ ഇവർക്ക് വധശിക്ഷ ലഭിക്കുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പാകിസ്ഥാൻ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്ന തരത്തിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതിനൊരു പാകിസ്ഥാൻ ബന്ധമൊക്കെ ഇടയ്ക്ക് ആരോപിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഇവർക്കെതിരെ ഉന്നയിച്ച, അതായത് ചാരവൃത്തി എന്ന കുറ്റം മാത്രമാണ് ഇവർക്ക് നേരെ ചുമത്തിയിട്ടുള്ളതെന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇതിന്റെ ഏതൊക്കെ തരത്തിലുള്ള വിവരങ്ങളാണ് ഇവർ ചോർത്തിയത്, അല്ലെങ്കിൽ ഇവർക്കെതിരെ മറ്റേതെങ്കിലും തരത്തിലുള്ള കുറ്റം ചുമത്തപ്പെട്ടിട്ടുണ്ടോ, വേറെ ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഇവർ ഏർപ്പെട്ടോ എന്നത് സംബന്ധിച്ചൊന്നും ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല. അതുപോലെ തന്നെ ഇത്തരത്തിലൊരു കുറ്റാരോപിതരായി ജയിലിൽ കിടന്ന ശേഷം പുറത്തു വരുന്നത്, അതും നയതന്ത്ര ചാനലിലൂടെ മാത്രം ഇവരെ പുറത്തു വരുന്ന ഒരു സാഹചര്യമാണ്. അതായത് ഇവർ കുറ്റവിമുക്തരാക്കിയിട്ടില്ല എന്നതാണ് ഇതിൽ എടുത്തു പറയേണ്ടത്. അതാണ് യഥാർത്ഥ സത്യവും. ഇവർ കുറ്റവിമുക്തരാക്കിയിട്ടില്ല, പക്ഷേ നയതന്ത്ര ഇടപെടലിലൂടെ അല്ലെങ്കിൽ നയതന്ത്ര ബന്ധത്തിന്റെ പേരിലാണ് ഇവരെ മോചിതരാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരു മാധ്യമങ്ങളോട് ഇടപഴകാൻ അല്ലെങ്കിൽ അതിൽ പ്രതികരിക്കാനോ ഇവർ പാടില്ല എന്നൊരു നിർദ്ദേശം ഇവർക്ക് കൈമാറിയിട്ടുണ്ടാകണം. അതുപോലെ തന്നെ കുടുംബങ്ങളോടും ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ മറ്റുമൊക്കെ പൂർണ്ണമായും അവസാനിപ്പിച്ചു. കാരണം അശ്വിനി സൂചിപ്പിച്ചതുപോലെ ഇതിൽ ഇവർ പൂർണ്ണമായും കുറ്റവിമുക്തരായില്ല എന്ന് പറയുന്നു. നയതന്ത്ര ഇടപെടലിലൂടെയാണ് ഇവരുടെ മോചനം സാധ്യമായത്. പക്ഷേ ഈ കേസിന്റെ നടപടിക്രമങ്ങൾ വരും കാലങ്ങളിൽ ഉണ്ടാകുമോ, അതോ അത് പൂർണ്ണമായും കേസ് തീർപ്പായിട്ടുണ്ടോ? ടോം, കേസ് പൂർണ്ണമായും തീർപ്പായി എന്ന് നമുക്ക് പറയാം. കാരണം വധശിക്ഷ റദ്ദാക്കപ്പെടുന്നുണ്ട്, പിന്നെ ജയിൽ മോചനമാണ്, അതിപ്പോൾ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലേക്ക് ഇവരെ തിരികെ എത്തിയ സാഹചര്യത്തിൽ ഇവരെ വീണ്ടും ശിക്ഷിക്കപ്പെടാനോ അല്ലെങ്കിൽ തിരികെ ഖത്തറിലേക്ക് കൊണ്ടുപോയി ശിക്ഷിക്കാനോ ഉള്ളൊരു സാഹചര്യം നമുക്ക് നിലവിലില്ല എന്ന് തന്നെ പറയുന്നതായിരിക്കും ശരി. കാരണം ഇവരെ ഇതിന്റെ നയതന്ത്ര ബന്ധത്തിന്റെ പേരിൽ അവരെ അവിടുന്ന് ജയിൽ മോചിതരാക്കുകയാണ്. ശിക്ഷയിൽ നിന്ന് ഇളവ് കൊടുത്തിട്ടുണ്ടാകണം നടക്കമുള്ള വിവരങ്ങൾ ഞാൻ പറഞ്ഞില്ലേ. ഇതിന്റെ ഈ കേസിൽ പലതും ഇപ്പോഴും അവ്യക്തമാണ്. ഇത്തരത്തിൽ നീണ്ട നാളുകൾ, അതായത് ഏകദേശം 1.5 വർഷത്തോളം നീണ്ട നിയമ പോരാട്ടമൊക്കെ ഇതിന് നടന്നിട്ടുണ്ടെങ്കിലും ഇത് സംബന്ധിച്ച വിവരങ്ങൾ ഇന്ത്യയിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ മാധ്യമങ്ങൾക്ക് കൂടുതലായി ലഭിച്ചിട്ടില്ല എന്നതും എടുത്തു പറയണം. പ്രത്യേകിച്ച് ഇത് ഗൾഫ് അടക്കമുള്ള മേഖലകളിൽ നിന്നുള്ളൊരു സംഭവമായതുകൊണ്ട് അവിടെ നിയമങ്ങൾ അല്ലെങ്കിൽ അവിടെ നിന്നുള്ള വാർത്തകളൊക്കെ നമുക്ക് ലഭിക്കുന്നതിനകത്ത് കുറേ നിയന്ത്രണങ്ങളും ഒക്കെ ഉള്ളൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വിവരങ്ങൾ ഇത് നമ്മുടെ രാഷ്ട്രത്തെ അല്ലെങ്കിൽ ഇന്ത്യയെ തന്നെ ബാധിക്കുന്ന ഒരു തരത്തിലുള്ള ഒരു കേസായിരുന്നു. കാരണം ഇന്ത്യൻ നാവികസേനയിലെ മുൻ ഉദ്യോഗസ്ഥർ, ഒരു കമാൻഡർ അടക്കമുള്ള പദവി വഹിച്ചിരുന്ന ആൾക്കാർക്കെതിരെ ഇത്തരത്തിലൊരു ചാരവൃത്തി ആരോപണം ഉന്നയിക്കുമ്പോൾ അതിൻ്റെ ഒരു വലിപ്പം അല്ലെങ്കിൽ അതൊരു കൂടുതൽ ഗുരുതരമായ ഒരു കുറ്റകൃത്യമാണ്. അത് ആ രീതിയിൽ തന്നെ ആണ് ഇന്ത്യ അത് കണ്ടിരുന്നത്. ഇത് സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ നാവീകരണ മോചനം സംബന്ധിച്ച് പാർലമെന്റിലടക്കം പല തവണ വിഷയങ്ങൾ ഉന്നയിക്കപ്പെട്ടെങ്കിലും അതിലൊന്നും ചർച്ചകളോ അല്ലെങ്കിൽ അതിൽ പ്രതികരണങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല എന്നത് നമ്മൾ ഈ അവസരത്തിൽ എടുത്തു പറയേണ്ടതാണ്. ടോം, യെസ്, വളരെ വ്യക്തമാണ്. അശ്വിനിയാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ഇന്ത്യയെ സംബന്ധിച്ച്, രാജ്യത്തെ സംബന്ധിച്ച് ഏറെ ആശ്വാസകരമായിട്ടുള്ള വാർത്തയാണ്. ഖത്തറിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരുന്ന 7 ഇന്ത്യൻ നാവികരാണ് ഒടുവിൽ നയതന്ത്ര ഇടപെടലിലൂടെ നാട്ടിൽ തിരിച്ചെത്തിയിരിക്കുന്നത്. സ്പോട്ട് ലൈവിന് പോകുന്നത് ഇടുക്കിയിലേക്കാണ്. കഴിഞ്ഞ ദിവസം ഇടുക്കി ഉടുമ്പൻചോലയിൽ ഒരു അയൽവാസി വ്യക്തിവിരോധത്തെ തുടർന്ന് ഒരു സ്ത്രീയെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു. ആ യുവതി മരിച്ചുവെന്ന ദൗർഭാഗ്യകരമായ ഒരു വാർത്തയാണ് ഒടുവിൽ പുറത്തുവരുന്നത്. ഉടുമ്പൻചോല സ്വദേശിനി ഷീലയാണ് മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ ഷീല തേനി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി പ്രിൻസ് ജെയിംസ് ചേരുന്നുണ്ട് നെടുങ്കണ്ടത്ത് നിന്ന്.
പ്രിൻസ്, കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു ഈ സംഭവം. അതായത് നാട്ടുകാരടക്കം നോക്കി നിൽക്കെ യുവതിയെ വീട്ടിലേക്ക് വിളിച്ച് കൂട്ടിക്കൊണ്ടുപോയി പെട്രോൾ ഒഴിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നു. വളരെ ഗുരുതരമായി പൊള്ളലേറ്റ, പരിക്കേറ്റ യുവതി മരിച്ചുവെന്ന വിവരം ഒടുവിൽ പുറത്തു വന്നത്. എപ്പോഴാണ് ഈ മരണം സംഭവിച്ചത്? ഈ കേസുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളും. ടോം, ഇന്ന് പുലർച്ചെയാണ് ദാരുണമായ മരണം സംഭവിക്കുന്നത്. തേനി മെഡിക്കൽ കോളേജിൽ ഷീല ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് ഏകദേശം 3:30 സംഭവം നടക്കുന്നത്. ഷീല സ്വന്തം കൃഷിയിടത്തിൽ തൊഴിലാളികളുമൊപ്പം ഏലക്കായ എടുക്കുന്ന ജോലി ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. ഈ സമയത്താണ് അയൽവാസിയായ ശശി ഈ വീട്ടിലേക്ക് വരികയും ഷീലയുമായി സംസാരിക്കുകയും ചെയ്തത്. തുടർന്ന് പെട്ടെന്ന് തന്നെ ഷീലയുടെ കയ്യിൽ പിടിച്ച് വീടിനുള്ളിലേക്ക് കയറ്റുകയായിരുന്നു. നാട്ടുകാർ ഒപ്പമുണ്ടായിരുന്ന തൊഴിലാളികളൊക്കെ ബഹളം വെച്ചതോടെ ഇയാൾ കഥകടച്ചു. ഇതിനുശേഷമാണ് ഉടൻ തന്നെ ഇവർ പോലീസിൽ വിവരമറിയുകയും ചെയ്തു. അപ്പോഴേക്കും അധികം താമസിക്കാതെ തന്നെ പോലീസ് സംഭവ സ്ഥലത്തേക്ക് എത്തി. ഈ പോലീസ് എത്തിയ ആ സമയത്ത് തന്നെയാണ് ഷീലയുടെ ദേഹത്തേക്ക് പെട്രോൾ ഒഴിച്ച് ഇയാൾ തീ കൊളുത്തിയത്. ഗുരുതരമായി ഷീലയ്ക്ക് പൊള്ളലേറ്റിരുന്നു. ഏകദേശം 60% പൊള്ളലേറ്റിരുന്നെന്നാണ് നമുക്ക് വ്യക്തമായിരുന്നത്. പോലീസ് തന്നെയാണ് രക്ഷാപ്രവർത്തനം നടത്തുകയും വീടിന്റെ വാതിലിനകത്ത് ഷീലയെയും ശശിയെയും പുറത്തേക്ക് എത്തുകയും ചെയ്തത്. ഉടൻ തന്നെ നെടുങ്കണ്ടത്തെ സ്വകാര്യ ആശുപത്രിയിലെത്തി പ്രാഥമിക ശുശ്രൂഷകൾ നൽകിയ ശേഷം തേനിയിലെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ഈ സംഭവത്തിൽ ശശിക്കും പരിക്കേറ്റിട്ടുണ്ട്. ഇയാളും ചികിത്സയെ തുടരുകയാണ്. ഇടുക്കി മെഡിക്കൽ കോളേജിലാണ് ചികിത്സയെ തുടരുന്നത്. എന്തായാലും വ്യക്തി വൈരാഗ്യത്തെ തുടർന്നാണ് ഇത്തരത്തിലുള്ള സംഭവം അരങ്ങേറിയെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. വീട്ടിലേക്ക് എത്തിയ ശശി ഷീലയുമായി സംസാരിക്കുകയും അതിനുശേഷം വീടിനുള്ളിലേക്ക് വലിച്ചു കയറ്റി പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയായിരുന്നു. ഇവരുമായി ബന്ധപ്പെട്ട തർക്കങ്ങളൊക്കെ പതിവായിരുന്നതൊക്കെയുള്ള തരത്തിലുള്ള ആരോപണങ്ങൾ നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും നാട്ടുകാർ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ഇത്തരത്തിലൊരു ക്രൂരമായ സംഭവം നടക്കുന്നത്. പോലീസ് ഈ നാട്ടുകാർ അറിയിച്ച ഉടൻ തന്നെ പോലീസ് സംഭവ സ്ഥലത്തേക്ക് എത്തിയെങ്കിൽ പോലും ഈ അപകടം തടയാൻ സാധിച്ചില്ല, ദുരന്തം തടയാൻ സാധിച്ചില്ല. അതിനു മുൻപ് തന്നെ പോലീസ് എത്തിയപ്പോഴേക്കും ഇയാൾ തീ കൊടുക്കുകയും ചെയ്തിരുന്നു. വളരെ വേഗത്തിൽ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാൻ പോലീസിന് സാധിച്ചു. വാതിൽ ചവിട്ടി തുറന്ന് പോലീസ് അകത്ത് കയറിയെങ്കിലും പോലും അവസാനം ഷീല 2 ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷം മരണത്തിൽ കീഴടങ്ങുകയായിരുന്നു. ടോം. പ്രിൻസ് ജെയിംസ് ആണ് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇടുക്കി ഉടുമ്പൻചോലയിൽ അയൽവാസി പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ച യുവതിയാണ് മരിച്ചത്. ഉടുമ്പൻചോല സ്വദേശിനി ഷീല കഴിഞ്ഞ 2 ദിവസത്തോളമായി തേനി മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.